Rest. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. In the name of Allah, the most gracious and the most merciful. By those that run snorting, then bring out spark of fire from stones by striking their hooves, then devastate at morning, then at time they raise clouds of dust, then penetrate into the center of the forces of enemy. Undoubtedly, man is greatly unthankful to his Lord, and undoubtedly he is himself a witness over it, and undoubtedly he is strong in the love of wealth. Does he not know when those that run that are in graves shall he raise, and that which is in the breach shall be opened? Undoubtedly their Lord, and that they is fully aware of them. MashaAllah, MashaAllah, congrats. MashaAllah, MashaAllah. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Assalamu warahmatullahi wabarakatuh. Alhamdulillahi rabbil alameen. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സി ഫ്ലാപ്പിന്റെ 6ാമത്തെ സെഷനിലാണ് നാം എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം നമ്മുടെ ഈ മഹത്തായ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുന്നേ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ആശയവിനിമയം മെച്ചപ്പെടുത്തുക, പൊതുപ്രസംഗ പരിശീലനം തുടങ്ങി വ്യക്തിപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക, ഓരോരുത്തരുടെയും കഴിവുകൾ വികസിപ്പിക്കുക. അതിലൂടെ നമുക്കിടയിൽ നമ്മുടെ മഹല്ലിൽ ഒരു നേതൃത്വ നിരയെ വാർത്തെടുക്കുക എന്നതാണ് സി ഫ്ലാപ്പ് കൊണ്ട് നാം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. അതുപോലെ നമ്മുടെ മഹല്ലിന്റെ മറ്റു പുരോഗമനപരമായ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള ഒരു വേദിയായി കൊണ്ടും നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. കഴിഞ്ഞ സി ഫ്ലാപ്പിൽ നമ്മുടെ മഹല്ലിന്റെ ഒരു ചിരകാല അഭിലാഷമായ ഒരു ആംബുലൻസ് വാങ്ങുക എന്നുള്ള വളരെയധികം നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ സലാം സാഹിബ് ഈ സി ഫ്ലാപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുകയും അതിനുവേണ്ടി മാത്രം തന്നെ നമുക്കൊരു മീറ്റിംഗ് GCC മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മഹല്ലിലെ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നാം അത് വ്യക്തമായി തന്നെ ചർച്ച ചെയ്യുകയും ഏകദേശം ഒരു ധാരണയിൽ എത്തുകയും ചെയ്തു.
അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, 2 അനുഗ്രഹങ്ങൾ ജനങ്ങളിൽ അധികം സമയം ജനങ്ങൾ മറന്നു പോകുന്നു. 1 ആരോഗ്യവും, 2 ഒഴിവ് സമയവും. നമ്മുടെ മഹല്ലിലെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ കിട്ടുന്ന ഇത്തരം പരിപാടികളിൽ നമ്മുടെ മഹല്ലിലെ പല സഹോദരന്മാരും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കിതിനൊരു മാറ്റം വരുത്തണം. നാം ഓരോരുത്തരും പരിശ്രമിച്ചാൽ നമുക്ക് ഈ പരിപാടി കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒന്നും കൂടി ഉഷാറാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഓരോരുത്തരും അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. നമ്മുടെ ഈ പരിപാടിയുടെ മാസ്റ്റർ ബ്രെയിൻ വളരെ പ്രൊഫഷണൽ ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ സി ഫ്ലാപ്പ് എന്ന പരിപാടി വളരെ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു മഹല്ല് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു സമൂഹത്തിനെ നയിക്കാം എന്നൊരു ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ജയിലാഫിനെ ഞാൻ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്ന ഫർദാദ്, ഖമറുദ്ദീൻ, ഷിഹാബ്, ജാസിം, മൻസൂർ, നൗഷാദ് ക, ഇവരേവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പരിപാടി വിജയിപ്പിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെ ജൂനിയർ സ്ഥാപനമായ കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിൽ നിന്നും 7 വർഷത്തെ പഠനവും പൂർത്തിയാക്കി കോയമ്പത്തൂരിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിരുദം കരസ്ഥമാക്കി ഇപ്പോൾ ഖത്തറിൽ അൽജാബിൽ എന്ന കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ചേർപ്പിന്റെ അഭിമാനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഖമറുദ്ദീൻ ചേർപ്പിനെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ MOC ആയി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ ഒരുപക്ഷെ ആദ്യമായി കേട്ട ഒരു പ്രസംഗം എന്ന നിലയിൽ, ഒരു പ്രസംഗകൻ എന്ന നിലയിൽ ഓർത്തെടുക്കാൻ കഴിയുന്നത് ആരെയായിരിക്കും? ഒരുപക്ഷെ നമ്മളെ മദ്രസകളിലെ അതല്ലെങ്കിൽ നമ്മളെ മഹല്ലുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഭാഷണ വേദികളിലെ പ്രസംഗകരായിരിക്കാം നമുക്ക് ഓർമ്മയുടെ ഇതിലൊക്കെ ഓടിയെത്തുന്നത്. അന്ന് ആ വാളിന്റെ സദസ്സുകളിലൊക്കെ മൗലായ സുല്ലിവസ കഴിഞ്ഞ് പരിശുദ്ധ ദീനിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പ്രഭാഷകരായിരിക്കാം പ്രസംഗകരെന്ന നിലയിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മയുടെ തലങ്ങളിൽ കടന്നു വരുന്നത്. ഇന്നത്തെ നമ്മുടെ തീം പ്രസംഗകൻ എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഒരു ആത്മീയ അതുപോലെ തന്നെ ഭൗതികമായൊരു മുന്നേറ്റം മുസ്ലിം സമൂഹത്തിനുണ്ട്. അതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളാണ്. അത്തരം മഹല്ല് സംവിധാനങ്ങളിൽ നമുക്കുള്ള ഭൂമികൾ, പള്ളികൾ, വഖഫ് സ്വത്തുകൾ, മദ്രസകൾ, അനുബന്ധമായ മറ്റു സ്ഥാപനങ്ങൾ, ഇതൊക്കെ നിലവിൽ വരുന്നതിന് വേണ്ടി നമ്മുടെ പൂർവ്വകാലത്തെ ഇസ്ലാമിക പ്രഭാഷകർ നിർവഹിച്ച പങ്ക് വളരെ വലുതാണ്.
അതിലൊക്കെ അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വലിയ തോതിലുള്ള സ്രോതസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രസംഗം എന്ന് പറയുന്ന നമ്മളൊക്കെ ഒരു തരത്തിൽ ഒരു പ്രസംഗകരാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ആദ്യമായി നമ്മൾ ഓരോരുത്തരും പ്രസംഗിച്ചത് നമ്മുടെ ക്ലാസ്സുകളിൽ, സ്കൂളിലെ ക്ലാസ്സുകളിലോ മറ്റോ നമ്മുടെ അധ്യാപകർ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ ഒരു സഭാകമ്പവും കൂടാതെ ആ സദസ്യർക്ക് മുമ്പിൽ, നമ്മുടെ സഹപാഠികൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയുകയോ ആ ചോദ്യത്തിന് റിപ്ലൈ ചെയ്യുകയോ ചെയ്ത ആ സമയത്തൊക്കെ ഒരർത്ഥത്തിൽ നമ്മളൊരു പ്രസംഗം നടത്തിയവരാണ്. നമ്മുടെ റൂംമേറ്റ്സുമായി അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സഹവർത്തികളുമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന, അവർക്കത് കൃത്യമായി കിട്ടുന്ന ആ അവസരത്തെയൊക്കെ നമുക്ക് പ്രസംഗമെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നമ്മൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ, പ്രത്യയശാസ്ത്രത്തിന്റെ, രാഷ്ട്രീയ ചിന്തകളുടെ അർത്ഥതലങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുന്ന, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണല്ലോ പ്രസംഗം. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു പ്രസംഗികരായിരുന്നു. ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ അവരുടെ, നമ്മൾ കളി കഴിഞ്ഞു വന്നാലോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അവസരത്തിലൊക്കെയോ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ആശയം നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴെല്ലാം നമ്മളിൽ, നമ്മുടെ ഉള്ളിൽ ഓരോ പ്രസംഗികർ ഉണ്ടായിരുന്നു. അത് പരിപോഷിപ്പിച്ചെടുക്കാൻ, അത് വളർത്തിയെടുക്കാനുള്ള അവസരങ്ങളാണ് ഇതുപോലെയുള്ള സംവിധാനത്തിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രസംഗികരെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട സമദാനിയും അഴീക്കോട് മാഷും, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തരായ പ്രസംഗികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഹലോ, ക്ലിയർ ആണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പ്രസംഗകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രസംഗം എന്ന് പറയുന്നത് ചെറിയ ഒരു ആശയമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിൽ ഓരോരുത്തരും ആ ഒരു പ്രാസംഗികൻ കിടക്കുന്നുണ്ട്. അവരെ, അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് ഇത്തരം സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഇത്തരം സംവിധാനങ്ങളിലൂടെ ഉയർത്തി കൊണ്ടുവരേണ്ടതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിവിടെ വിശേഷിപ്പിച്ചത്. നമുക്ക് ഈ സദസ്സിൽ നമ്മുടെ 6ാമത്തെ സെക്ഷനാണ്. നമ്മുടെ മൊഡ്യൂൾ അനുസരിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമുകളാണ്. ആദ്യമായി നമ്മുടെ സദസ്സിൽ സംസാരിക്കാൻ എത്തുന്നത് ഷിഹാബ് എം യൂസഫ് അവറുകളാണ്. അദ്ദേഹം ഇവിടെ ഖത്തറിൽ ജോലി ചെയ്യുന്നു. ECG ഖത്തർ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആദ്യമായി നിങ്ങളോട് അദ്ദേഹം സംസാരിക്കും. ആദര പുരസ്കാരം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നന്ദി എൻ്റെ പ്രിയ സുഹൃത്ത് കമറുദ്ദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഓക്കെ, കേൾക്കുന്നില്ല? നേരത്തെ എക്കോ വരുന്ന പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ ആലിഹി വസഹബിഹി അജ്മഈൻ. സീഫ്ലാപ്പിന്റെ 6ാമത്തെ സെഷനിൽ GCCയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനും എന്നെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാനും സാധിക്കുന്നത് എൻ്റെ സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. ഞാൻ മോസി സൂചിപ്പിച്ചതുപോലെ ഞാൻ മൈസെൽഫ് ആണെന്ന് ചെയ്യുന്നത്. അതിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്.
എൻ്റെ പേര് ഷിഹാബുദ്ദീൻ മങ്ങാട്ട് യൂസഫ്. ഞാൻ പടിഞ്ഞാട്ടുകുറി പാറാവർപ്പിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വാപ്പ മങ്ങാട്ട് മുഹമ്മദ് യൂസഫ്, ഉമ്മ സൈനബ ഖാദർ. ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, മുജീബ് റഹ്മാൻ. അദ്ദേഹം ഖത്തറിൽ ദീർഘകാലമായി വർക്ക് ചെയ്ത് കുടുംബമായി ഇവിടെ താമസിക്കുന്നു. എൻ്റെ പെങ്ങള് നൂർജഹാൻ, അവര് മാരീഡാണ്, 2 കുട്ടികളുണ്ട്. അവര് നാട്ടിൽ സ്ഥിര താമസമാണ്. എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 2007 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യ ഷിഫിന, വാടാനപ്പള്ളിയിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഷിഫിന ട്രാവലർ. എനിക്കൊരു മകനുണ്ട്, ആസിം യൂസഫ്, 11 വയസ്സ്. ഖത്തറിലെ രാജഗിരി പബ്ലിക് സ്കൂളിലെ 11ാം തരം വിദ്യാർത്ഥിയാണ്. ഇതാണ് ഒരു ബേസിക് പ്രൊഫൈൽ. എൻ്റെ പാരൻസിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ വാപ്പ, ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ കുറച്ച് സ്ട്രഗിളിലൂടെ കടന്നു വന്ന ഒരു ബാല്യമാണുണ്ട്. ഞങ്ങളുടെ വാപ്പ ഒരു 15 വർഷത്തോളം ഒരു പ്രവാസം നയിച്ചിട്ടുണ്ട്. സൗദിയിലായിരുന്നു 2 തവണ. അദ്ദേഹം അവിടെ വിവിധ സമയങ്ങളിൽ പോയി ജോലി ചെയ്യുകയുണ്ടായി. ഒരു ശരാശരിയിൽ താഴെ ഉള്ള ഒരു വരുമാനമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ സമയങ്ങളിൽ എൻ്റെ ഉമ്മ വീട്ടിലെ കാര്യങ്ങൾ പരിമിതമായ വരുമാനം വെച്ച് മാനേജ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇപ്പോ നിന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാപ്പ കുറച്ചു കാലത്തിന് ശേഷം പ്രവാസം അത്ര ശോഭനമല്ലാത്തതുകൊണ്ട് തിരിച്ച് നാട്ടിലെത്തുകയും നാട്ടിലെ ജോലികളുമായി നാട്ടിൽ തന്നെ സ്ഥിര താമസമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അത് ആ സമയത്താണ് എൻ്റെ ബാല്യം പഠിപ്പൊക്കെ നടക്കുന്നത്. അപ്പോ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിതിരിച്ചുവിട്ട ഒരുപാട് ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദമായി അതിലേക്ക് പോകുന്നില്ല, സമയപരിമിതി. എന്നാലും എനിക്ക് പറയാനുള്ളത്, ചില തീരുമാനങ്ങൾ, എത്ര പ്രതിസന്ധിയിലും ആത്മവിശ്വാസം കൈവിടാതെയുള്ള അദ്ദേഹത്തിന്റെ പല ചുവടുവെപ്പുകൾ, അതെന്നെ ഒരുപാട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരിമപ്പെടുത്തുന്നത്. എത്ര പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഊർജം പാപ്പാടെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഉമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു, പാപ്പയുടെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് കുടുംബം രണ്ടറ്റവും നല്ല രീതിയിൽ മക്കളെ സ്നേഹിച്ച് ശാസനയുടെ ശാസിക്കാതെ സ്നേഹം കൊണ്ട് എങ്ങനെ വളർത്താമെന്ന് പഠിപ്പിച്ച ആളാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം. സോറി, ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒപ്പമാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് നശിച്ച് മൺമറഞ്ഞു പോയ ഒപ്പമാർക്ക് മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകാൻ. ഞാൻ പറഞ്ഞത്, അപ്പോ ഉമ്മ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഒരു സ്നേഹത്തിലൂടെയും മക്കളെ നല്ല രീതിയിൽ നയിച്ച് കൊണ്ടുപോകാൻ പഠിപ്പിച്ചതും എൻ്റെ ഉമ്മയാണ്. എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തള്ളുമായി എൻ്റെ കുടുംബം, സഹോദരങ്ങളെല്ലാവരും കൂടെയുണ്ട്. കഥാഭാഗം അത്രയാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മദ്രസ വിദ്യാഭ്യാസം സിറാത്ത് സബിയ മദ്രസയിലായിരുന്നു. ഞാൻ
5th ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ JBS CNN സ്കൂളിൽ ചെയ്തു. 10th കഴിഞ്ഞ് കോപ്പറേറ്റീവ് കോളേജ് തൃശ്ശൂരിൽ +2 പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടർന്ന് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങള് അത്യാവശ്യം കുറച്ച് കല കയ്യിലുള്ള കൂട്ടത്തിലാണ്. കുറച്ച് വരയ്ക്കുമായിരുന്നു. എൻ്റെ ഉമ്മാടെ സൈഡിലൊക്കെ കുറച്ച് കലമായി ബന്ധപ്പെട്ട് ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ കണ്ടും രക്തത്തിലും കുറച്ചൊക്കെ ഈ കലയുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നി. ഞാൻ ആന്റണി ദേവസി എന്ന് പറഞ്ഞൊരു വ്യക്തി തൃശ്ശൂർ പടിഞ്ഞാറൻകോട്ടയിൽ നടത്തുന്ന ഒരു കേരള കലാപം ഫൈൻ ആർട്സ് അക്കാദമിയിൽ ചേർന്ന് പഠിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. NCVT എക്സ്റേ വെൽഡിംഗ് കോഴ്സ് കഴിഞ്ഞു. അങ്ങനെ എങ്ങനെയൊക്കെ അന്ന് ഒരു ജോലി നല്ല നേടാം എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ ഏകദേശം 4 വർഷത്തോളം വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ എൻ്റെ ജ്യേഷ്ഠൻ എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആള് ആയതുകൊണ്ട് എന്നിലെ ഒരു മാർഗദർശി ആയിട്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ഫുഡ് സ്റ്റെപ്പുകൾ പിന്തുടർന്നിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ 2ാമത്തെ മകനായിരുന്നു. അപ്പൊ അദ്ദേഹം തൃശ്ശൂർ ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഗൾഫിലേക്ക് വരികയും ഈ എഞ്ചിനീയറിംഗ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്റേൺഷിപ്പിൽ തൃശ്ശൂരിലുള്ള ഷേപ്പ് ആർക്കിടെക്ചർ എന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ അവിടെ ഒരു ജോലി കയറുകയുണ്ടായി. 2001 1.5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. 2001 ഞാൻ ഗൾഫിലേക്ക് വന്നു. 2001 ഗൾഫിലേക്ക് വരുമ്പോ ഈ ഷേപ്പ് ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ 3ds Max, AutoCAD, ഫോട്ടോഷോപ്പ് തുടങ്ങി അന്നത്തെ ആർക്കിടെക്ചർ വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോ ഈ എഞ്ചിനീയറിംഗ് ബേസിക് കോഴ്സും ഈ 3Dയും ഒപ്പം ഉള്ള കുറച്ച് കലയും എല്ലാം ചേർത്ത് അന്ന് കാലത്ത് അധികം പ്രചാരത്തിലില്ലാത്ത ഒരു തൊഴിൽ മേഖലയായിരുന്നു ഈ 3D വിഷ്വലൈസേഷൻ, 3D ആർട്ടിസ്റ്റ് എന്നുള്ളത്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റി. എൻ്റെ മേജർ ആയിട്ടുള്ള ഒരു കരിയറിൽ ഒരു ജമ്പ് സംഭവിക്കുന്നത് 2003 ഞാൻ GHD എന്നൊരു സ്ഥാപനത്തിൽ ജോലി കയറുകയുണ്ടായി. ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനി ആയിരുന്നു. ഞാൻ ഏകദേശം 10 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ഈ NR റാങ്കിങ്ങിൽ 26ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് ന്യൂസ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഈ കമ്പനികളുടെ റാങ്കിങ് തീരുമാനിക്കുന്നത് അവരാണ്. അതിൽ 26ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ്. അവിടെ എനിക്ക് 10 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. ആ 10 വർഷ കാലയളവ് എൻ്റെ വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ കരിയറിലും ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരുപാട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു. പിതൃതുല്യരായി ഞാൻ ഇപ്പോഴും കണക്കാക്കുന്ന ഒരുപാട് ആളുകളുമായി എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ എയ്കോം എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് പോയി. NR റാങ്കിങ്ങിൽ നമ്പർ 1 നിൽക്കുന്ന കമ്പനിയാണ്. അവിടെ 1 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ECGയിലേക്ക് മാറുന്നത്. അതും NR റാങ്കിൽ 96ലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഞാൻ തുടക്കകാലത്ത് വന്ന ആ ഒരു സമയത്തെ എൻ്റെ അന്നത്തെ ക്വാളിഫിക്കേഷനായിട്ട് വരികയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊന്നും ജോലി കിട്ടേണ്ട ഒരു അസറ്റ് അല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് പരിമിതികൾ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ ശക്തി. കാരണം അതിനെ മറികടക്കുന്നതിനായി ഞാൻ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ കരിയറിലും
ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോ ECG-യിൽ 7 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ കരിയറിന്റെ ഒരു വഴി എത്തി നിൽക്കുന്നത്. എൻ്റെ ഈ 42 വർഷത്തെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കരിയറിൽ പ്രത്യേകിച്ച് എനിക്ക് വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും പകർന്നു നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഫോളോ യുവർ പാഷൻ. എന്നില് കുറച്ച് കല ഉണ്ടായിരുന്നു. ആ കലയും അതിനെ തുടർന്നുള്ള വിദ്യാഭ്യാസവുമാണ് എനിക്ക് ലോകത്തിലെ എണ്ണപ്പെട്ട കമ്പനികളിൽ 20 വർഷത്തോളം എനിക്ക് ജോലി കിട്ടാനായിട്ട് എന്നെ സഹായിച്ചത്. അതോടൊപ്പം രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നെവർ സ്റ്റോപ്പ് ലേണിംഗ് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ എത്ര പരിമിതമായ റിസോഴ്സുകളാണ് ഉള്ളതെങ്കിലും നമുക്ക് നിരന്തരമായ പരിശീലനത്തിലൂടെയും അതുപോലെ തന്നെ തുടർച്ചയായി നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് മാർക്കറ്റിൽ റിലവൻ്റ് ആയിട്ട് നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ സ്വയം ആർജിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് ഞാൻ എൻ്റെ ഇതേവരെയുള്ള ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു വലിയ സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോ വരുന്ന തലമുറയിൽ ഈ 42 വർഷത്തെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കാനുള്ള 2 ഉപദേശം ഇത്രയേ ഉള്ളൂ. ഫോളോ യുവർ പാഷൻ, നെവർ സ്റ്റോപ്പ് ലേണിംഗ്. സമയപരിമിതിയുണ്ട്. ഞാൻ ഇന്നത്തെ എൻ്റെ ഈ മൈസെൽഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇൻഷാ അല്ലാഹ് മറ്റൊരു സെഷനിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ യൂസഫ് സാഹിബ്. നമ്മുടെയൊക്കെ മാതാപിതാക്കളെ ഓർക്കാൻ വളരെ ഹൃദയ വികാരവായ്പോടുകൂടെ അദ്ദേഹം അത് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെയും മാതാപിതാക്കളെ ഓർക്കാൻ അതൊരു അവസരമായി മാറി. അതുപോലെ തന്നെ അറിവ്, അത് നമ്മുടെ ഖബർ വരെ എന്നാണ് നമ്മളെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിജ്ഞാനം നേടുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് സമ്പാദിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതായത് അന്ന് കാലത്ത് മദീനയിൽ നിന്ന് വളരെയേറെ പ്രയാസങ്ങളും വളരെയേറെ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ചൈനയിലെത്താൻ കഴിയുക. എത്ര ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അറിവ് നിങ്ങൾ നേടണം എന്നാണ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഒരു പ്രസംഗകന് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം കൂടിയാണ് അറിവ് നേടുക എന്നുള്ളത്. വിജ്ഞാന സമ്പാദനത്തിലൂടെ അവര് നേടിയെടുത്ത അറിവുകളാണ് സമൂഹത്തിന്, സമുദായത്തിന് പ്രസരിപ്പിക്കാൻ ഒരു പ്രസംഗകന് സാധിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മതപരമായ അറിവുകൾ നൽകുന്ന പല കേന്ദ്രങ്ങളും അതൊരു സമന്വയ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. മത ഭൗതിക അറിവുകൾ സമന്വയിച്ച് നമ്മുടെ പഠിതാക്കൾക്ക്, ഭാവിയിലെ പണ്ഡിതന്മാർക്ക് നൽകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അത്തരം സംവിധാനങ്ങളിൽ നിന്ന് വിജ്ഞാനം നേടിയെടുത്ത ബിരുദധാരികളായ പല ആളുകൾ ഇന്ത്യയിലെ പല സർവകലാശാലകളിലും പ്രൊഫസർമാരായും മറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 വർഷം മുമ്പാണ് UNIയിൽ ഇത്തരം നമ്മുടെ പോലെയുള്ള മദ്രസകളിൽ, പള്ളികളിൽ പഠിച്ചു വളർന്ന അത്തരം പണ്ഡിതന്മാർ UNIയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ തൃശ്ശൂർ MICയിലെ ഖത്തീബായ
ഓണംപള്ളി മുഹമ്മദ് ഫൈസി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. പ്രസംഗികർക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് അറിവ് നേടുക എന്നുള്ളത്. ഇത്തരം ഒരു സമന്വയ കേന്ദ്രത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹലിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് അടുത്തതായി നമുക്ക് വേണ്ടി പ്രസംഗാവതരണത്തിന് വേണ്ടി കടന്നു വരുന്നത്. മുഹമ്മദ് ജാസിം, അദ്ദേഹം PMSA വാഫി കോളേജ്, മലപ്പുറം ജില്ലയിലെ PMSA വാഫി കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഖത്തർ വെൽഫെയർ കമ്മിറ്റിയുടെ അഭിമന്യരായ നായകൻ ബദറുദ്ദീൻ സാഹിബിന്റെ മകനാണ്. നമ്മുടെയൊക്കെ അഭിമന്യ ഗുരു കൊച്ചുസ്താദിന്റെ പേരമകനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ? ഓക്കെ. I have chosen to speak in English in this program. Okay, as you know, my name is Muhammad Jasim. My father is Badruddin. As you know, he is working for the committee in the GCC for many years, as I know. And as the moderator said, and the grandson of Coach Austria, that you know as well. And now I'm studying Wafi course. After completing my schools in Albab in 8 years, and in CNN, after I completing my high school studies, I have went to PMSA Wafi College, Katlingari in Malappuram for the Wafi course. And the Wafi course comprises of 8 years, including material studies and Islamic studies. That means the degrees and Islamic studies. And today we have gathered here online in the theme speaker. Whenever I think about speaking, public speaking, or oration or a speech, I will eagerly and very keen to speak very, very well. And that is my aim, and that is my hobby. And there is a famous saying of the father of our nation, Mahatma Gandhi. If you want to see a change in this world, be the change. As this is our 6th C-FLAP program, and it's also very well changing, very well transforming into another level. But the people who are present here is still very aged. I mean, literally there are no youngsters now present here. So I tend to make a change in this online gathering by speaking in this language, because we want to make changes as our performance of this online gathering, our C-FLAP. The Wafi course is composed of 8 years, and we can gain many knowledge there. The Wafi course is actually very effective in our current era, because for bringing up the religious, to bring up the depth of teaching of Islamic faith, achieving closer to the integration of the different paradigms of knowledge, and to bring up our Muslim community, to enable the Muslims to learn and internalize knowledge.
to make a standard of the living of Muslims. As we know, many Wafis are today working in the intellectual and in many ways. And this Wafi course is also giving very well engaging the Muslim women's studies. There are 35 plus women's friendly campuses and above 90 colleges under CIC. After all, when I speak about speaking, public speaking, I'm still a student, and the people who are gathered here are, I think, they have completed their studies, they have completed their part of, they are being, I think these people are going to retire in coming years, and the coming generation want to be present here. And one thing I want to say to you that is, when I went to PMS Wafi College, there was a freshers meet for the first coming students. And in that, in that program, every new students want to perform anything, a song, a speech, or anything else, any program. And in that program, I was very confused what I will do and what I can perform in that program. And eventually, I recited a poem, a nursery rhyme. And I got a presentation after that program. I named that as an English speaker or orator or something. And after that, in every occasion, if there is any program, a conductor in English or anything else, or an oration or a poem, they will call me to attend that program. They will call me and to deliver a speech in a special occasion and all. And after day by days, eventually I became a speaker in my college. Firstly, I want to say to you that we want to grab our chances. We want to grab our chances. There is a famous saying in Arabic, بادر الفرصة واحذر فوتها. If you are not aware of the chances that we miss, you want to garner our performances, skills. And in this program, by speaking English, I will like to share the persons who are well celebrated worldwide, Shashi Tharoor and Justin Trudeau. They are very well English speakers who are celebratedly known in the international level, who are one is from our Kerala and one is the Canadian Prime Minister. In these speeches of these persons, I noted a familiar thing in these two speeches, because in every speeches they can garner the attention of the audience who are there speaking. In every occasion, I stand on the stage, I stand on the podium, I will tend to take care of the attention of the audience.
That is the main thing you want to, that is the main thing that we want to notice when we are speaking. Because after every speech, the audience, the viewers want to remember our name, our speech, our words, and our thoughts. That will be the result we can give to the audience. And after all, I would like to conclude by the saying of Mahatma Gandhi, the father of our nation. If you want to see the change in this world, be the change you wish to. May the program of the CFLAG garner many audiences in the coming programs. Alhamdulillah Rabbil Alameen. Assalamu alaikum wa rahmatullahi wa barakatuh. താങ്ക്സ് ജാസിം. നാട്ടിൽ നിന്നുള്ള നമ്മളെ ആദ്യത്തെ ഒരു പ്രഭാഷകനാണ് ജാസിം. വൈകിയാണ് വന്നെങ്കിലും വളരെ പ്രൗഢമായി വ്യത്യസ്തമായി അദ്ദേഹം അവതരിപ്പിച്ചു. ഇനി വരാനിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന വിധത്തിൽ നമ്മളൊക്കെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അവസരം വിനിയോഗിച്ചിരിക്കുകയാണ്. ഒരു പ്രസംഗികൻ എപ്പോഴും ശ്രോതാവിനെ മനസ്സ് നിറച്ചുവിടുന്ന വിധത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി മനോഹരമായ അദ്ദേഹത്തിൻ്റെ അവസരം വിനിയോഗിച്ചതിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കാനുള്ളത് മൻസൂർ മങ്ങാട്ട് സലാമാണ്. അദ്ദേഹം ഇവിടെ ഖത്തറിൽ JAK കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയിൽ ഡോക്യുമെന്റ് കൺട്രോളറായി വർക്ക് ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാലം ഒരുമിച്ച് താമസിക്കുകയും അതിലേറെ കാലം അവരുടെ വളർച്ചയും അവരുടെ പഠനവും എല്ലാം കണ്ട് ജീവിച്ചവരായതുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ അവസരം വിനിയോഗിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر. പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഖബറുകൾ സന്ദർശിക്കും വരെ. CFLAG ചേർപ്പ് ചെറുതേനം മഹല്ല് ഫ്യൂച്ചർ ലീഡേഴ്സ് ആക്ടിവേഷൻ പ്രോഗ്രാമിന്റെ 6th സെഷൻ CFLAGിന്റെ തുടക്കത്തിൽ തന്നെ ഭാഗമാകാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ്. അതിനെ വേദിയൊരുക്കിയ ജീലാഫ്ക, വഴിയൊരുക്കിയ സജില്, എൻ്റെ ജ്യേഷ്ഠൻ ദിൽഷാദ്ക, ഇതിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, എന്നെ സ്വാധീനിച്ച വ്യക്തികൾ, MOC കമറുക്ക, സ്പീക്കർ ഷിയാബുക്ക, ഷൗക്കുക്ക, ജാസിം, നൗഷാക്ക, ഫർദാദ്, അസ്സലാമു അലൈക്കും. ഏതു പേനയ്ക്കും ഒരിടം കൊടുക്കുന്ന CFLAG എന്ന കടലാസിന്റെ കൊളുത്ത മനസ്സിലേക്ക് എൻ്റെ നെഞ്ചോട് ചേർത്ത ചില വർണ്ണങ്ങളെ പകർത്തട്ടെ. നിങ്ങളറിയുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നാടിനെയും എൻ്റെ രാജ്യത്തെയും ഈ ലോകത്തെയും സ്നേഹിച്ചവർ, സഹകരിച്ചവരിലൂടെയുമാണ് എൻ്റെ ജീവിതയാത്ര നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. Mankind is a single nation. വിശുദ്ധ ഖുർആൻ. എന്നെ ഞാനാക്കിയ നിങ്ങൾ, ഇന്നലകളിലെ ആ നിങ്ങളെക്കുറിച്ച്, ആ നമ്മളെക്കുറിച്ച് ലോകത്തിന്റെ നായകൻ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങളിൽ ഒരാളായിട്ട്, മഹത്തായ രാജ്യത്തിന്റെ മഹാനായ പിതാവ് മഹാത്മാഗാന്ധിയുടെ പൗരനായിട്ട്, മങ്ങാട്ട് ബാപ്പു മകൻ സലാം, കാരണപ്പറമ്പിൽ മുഹമ്മദ് മകൾ സുലൈഖ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായിട്ട്, തീർത്തും ചേർപ്പ് സ്വദേശിയായിട്ട്. ഞാൻ ജനിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ ആദ്യ പ്രധാനമന്ത്രി
VP സിംഗ്. അദ്ദേഹത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിച്ചത് മിസ്റ്റർ ക്ലീൻ എന്നാണ്. അതായത് ഒരു സമ്പന്ന ഹിന്ദു രാജകുടുംബത്തിൽ പിറന്നിട്ട് പോലും, സമ്പന്നർ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചിട്ട് പോലും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ സേവന മേഖലകളിലും സംവരണം ഉറപ്പാക്കണമെന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയിൽ വൻ മാറ്റങ്ങൾ വരുത്തി. ഏതുതരം ഇന്ത്യയെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവിശ്വാസ പ്രമേയത്തിൽ പാർലമെന്റിൽ അദ്ദേഹം എതിരാളികളോട് ചോദിക്കുകയുണ്ടായി. 30 വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ആ കാലഘട്ടത്തിൽ ചെക്കോസ്ലോവാക്കിയയിൽ വേറൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വെൽവെറ്റ് റവല്യൂഷൻ. ആയുധധാരികളായ പോലീസിന് മുമ്പിൽ പൂച്ചെണ്ടുകളുമായി നിൽക്കുന്ന ഒരു ജനത 40 വർഷക്കാലത്തെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധിയായി ഉത്സാഹ് ഹവൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്, ദ പവർ ഓഫ് ദ പവർലെസ്. ഇന്നത്തെ കാലഘട്ടത്തിലും ആ ഒരു നോവൽ വലിയ പ്രസക്തി നേടുന്നു. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ഭൂരിപക്ഷം അടിച്ചേൽപ്പിക്കുന്ന പല നിയമങ്ങളും. നമ്മുടെ ഇന്നത്തെ തീം പ്രാസംഗികൻ ആയതുകൊണ്ട് ഇനി അതിലോട്ട് ഞാൻ കടക്കുകയാണ്. ഏകദേശം 1995-96 കാലഘട്ടത്തില് ഞാൻ എൻ്റെ ഉപ്പാട തറവാട്ടിൽ നിന്നും മങ്ങാട്ട് സലാം, ബാപ്പുമകൻ സലാം, പള്ളിയുടെ അപ്പുറത്തെ വീടാണ്. അവിടുന്ന് ഞാൻ ഉമ്മാടെ തറവാട്ടിലേക്ക്, അതായത് ഇപ്പോഴത്തെ കോസ്മോയുടെ ഓപ്പോസിറ്റ് അന്നൊരു വീടുണ്ടായിരുന്നു, അവിടെയാണ് എൻ്റെ ഉമ്മാടെ തറവാട്. അവിടുന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുജാനൂർ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ അന്ന് പീഡിക മുറികളായിരുന്നു. അപ്പോ ഒരു താടി വെച്ച ആളുടെ ഫോട്ടോ ഞാൻ അവിടെ കണ്ടു. ഞാൻ ഉമ്മാട് ചോദിച്ചു അതാരാന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ അന്ന് എന്നോട് പറഞ്ഞു അബ്ദുൽ നാസർ മഅദനിയാണ്. അങ്ങനെ കാലങ്ങൾ പിന്നിട്ടപ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ വരുന്ന പല നിയമങ്ങൾക്കെതിരെയും പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, അത് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അങ്ങനെ പല പ്രാസംഗികരും, അബ്ദുൽ സമദ് സമദാനി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി ഉസ്താദ്, ഇവിടെ ഇന്നത്തെ MOC പോലും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മദ്രസയിൽ 4ാം ക്ലാസ്സിൽ അബൂബക്കർ മുസ്ലിയാരുടെ ക്ലാസ്സിൽ ഞാൻ 4ാം ക്ലാസ്സിൽ തോറ്റു. പിന്നീട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചത് അൻസാർ ഉസ്താദിന്റെ കീഴിലാണ്. അന്ന് നബിദിനത്തോടനുബന്ധിച്ച് അൻസാർ ഉസ്താദ് ഒരു പ്രസംഗം എഴുതിയിരുന്നു. അത് എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിനാണ് ആ പ്രസംഗം കൊടുത്തത്. പക്ഷെ ആ സുഹൃത്ത് നിരസിച്ചു. അപ്പൊ അടുത്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ പ്രസംഗം നീട്ടി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഉസ്താദ് നിർബന്ധിക്കാണ്. അപ്പൊ ബഹുമാനക്കുറവൊന്നും കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങി വെച്ചു. അപ്പോ വീട്ടിൽ കൊണ്ട് കാണിച്ചു. വീട്ടിൽ തന്നെ ഉമ്മ സ്വതവേ പല കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉമ്മ പറഞ്ഞു മോനെ നീ എന്തിനാ വാങ്ങിയ? ഉമ്മ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്കൂളിൽ മാർക്ക് ഒരു തവണ കുറഞ്ഞപ്പോഴും, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അറബിയിൽ 50ൽ 20 കിട്ടിയത്. ചിത്രങ്ങൾ കാണിച്ചിട്ട് ആ ചിത്രത്തിന്റെ പേര് പറയണം അറബിയിൽ. അന്ന് എനിക്ക് വെറും 20 മാർക്കാണ് കിട്ടിയത്. അന്ന് മുതലറിയാം എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എന്താന്നുള്ളത്. മറ്റുപേരും പഠിക്കാൻ നല്ല മിടുക്കരാണ് എൻ്റെ ദിൽഷാദും ഷൈമയും. അപ്പോ പലപ്പോഴും ശ്രീബുദ്ധനെയൊക്കെ ഉപമപ്പെടുത്താറുണ്ട്. അപ്പൊ ഞാനിപ്പോ ശ്രീബുദ്ധനെ ഉപമപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറയാണ്, മൈസെൽഫ് ആയതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞത് മൈസെൽഫ് ഈസ് നോട്ട് സെൽഫിഷ് എന്ന് പറഞ്ഞേക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആരാവാനും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല സത്യത്തില്. അതായത് ഇപ്പോ നിങ്ങൾക്ക് വേറൊരാളുടെ ജീവിതം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് അല്ലെങ്കിൽ യൂസുഫ് അലിയുടെ ജീവിതം തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും വേണ്ട. പക്ഷെ ആളുടെ കഴിവ് കിട്ടണമെന്നുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം മാറി.
അങ്ങനെ 4ാം ക്ലാസ്സിൽ ആ പ്രസംഗം ഞാൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ സ്വയം റിഹേഴ്സൽ ചെയ്തു. ഇപ്പൊ കമറുക്കാട് പണ്ടത്തെ തറവാട്ടിൽ പോയിട്ട് ഞാൻ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. എന്നെ അവിടെ വെച്ച് പ്രോത്സാഹിപ്പിച്ചത് കമറുക്കാടെ കസിൻസ് ആണ്. അന്ന് പ്രസംഗിക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജഫീറൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കമറുക്കാടെ കസിനായ യൂസ് ഉണ്ടായിരുന്നു തോന്നും. അങ്ങനെ ഞങ്ങൾ 3 ആളും പ്രസംഗിക്കും. അത് മാർക്ക് ഇടുന്നത് അജീലത്തിയും ഹാജറാണ്. അങ്ങനെ ഞാൻ മദ്രസയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കാണ്, സ്റ്റേജിൽ കയറാണ് നല്ല പേടിയുണ്ട്. അങ്ങനെ പ്രസംഗിച്ചു. ആൾക്കാര് ചെവി പൊത്തി നിൽക്കേണ്ട അവസ്ഥ വരെ ഞാൻ ശരിക്കും കാറി പ്രസംഗിച്ചു, എൻ്റെ ഫുൾ സൗണ്ട് എടുത്തിട്ട്. ആക്ച്വലി അൻസാർ ഉസ്താദ് ചെയ്തത് വല്ലാത്തൊരു ഇതായി പോയി. ഒരു നിലയ്ക്കും ആ പ്രസംഗം എനിക്ക് തരാൻ പാടില്ലായിരുന്നു. കാരണം അത്രയും കാഴ്ചയിൽ തന്നെ ചെറിയ കുട്ടിയാണ്, അധികം ഹൈറ്റൊന്നുമില്ല. അതുകൊണ്ട് പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്ക് ഒട്ടുമില്ല എന്ന് അറിയേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ തന്നുകൊണ്ട് എനിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. അന്ന് എനിക്ക് ആ പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയോ എന്ന് ഉറപ്പില്ല, പക്ഷെ എനിക്ക് സമ്മാനം കിട്ടി. ചിലപ്പോൾ പ്രോത്സാഹന സമ്മാനമായിരിക്കാം. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോ എൻ്റെ മൂത്താപ്പ ഷംസ് മൂത്താപ്പ എനിക്ക് 5 രൂപ തന്നു, പ്രസംഗം നന്നായിട്ടുണ്ടെന്ന്. ഈ പ്രസംഗത്തിനിടയിൽ തന്നെ പുറത്തിരിക്കുന്ന കാണികളടക്കം അവര് ചെവിയിൽ ഓരോന്ന് പറയാൻ തുടങ്ങി, ഈ കുട്ടി ഇത്ര സൗണ്ടിൽ പ്രസംഗിക്കുക എന്നൊക്കെ. അതൊക്കെ ചെറിയ ചെറുപ്പകാലത്തിലെ ചെറിയ വാക്കുകൾ പോലും പ്രചോദനമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറുജേനത്ത് കുട്ടിയായി താമസിക്കുന്ന സമയത്ത് ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോ കൃഷ്ണകുട്ടിയേട്ടൻ ആ വഴിയിലൂടെ പോകും, സുഭാഷ് ഏട്ടന്റെ അച്ഛൻ. അപ്പോ എന്നെ വിളിക്കാള് മൻസൂർ അലിഖാൻ പട്ടോടി എന്നൊക്കെ അവൻ വിളിക്കാം. അതുപോലും ആ ഒരു ചെറിയ വാക്ക് പോലും എന്നെ വല്ലാണ്ട് പ്രചോദനം നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് വരാം. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള എൻ്റെ കാലഘട്ടം. ചെറുപ്പത്തിലെ എല്ലാവരുടെയും പൊതുവികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാനെ കാണണം എന്നാണ്. അങ്ങനെ എനിക്കിപ്പോ ഓർമ്മ വന്നാണ് നമ്മുടെ ഇവിടുത്തെ നൗഷാദ് മൂക്കേനി സാഹിബിന്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചപ്പോ ഏകദേശം 1999-2000 കാലഘട്ടമാണ്. അന്ന് എനിക്ക് ഏകദേശം 11 വയസ്സുണ്ട്. അങ്ങനെ വല്യമ്മാടൊപ്പം എൻ്റെ വല്യമ്മാടെ വീട് കരുവന്നൂര് ചക്കമലത്തുനിന്നാണ് വീട്ടും പേര്. അപ്പോ ഇവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അന്ന് ഞാൻ അവിടെ 2-3 ദിവസം നിന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം എന്ന് വാശി പിടിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകുന്നു. ഞാൻ ഹസീബ്ക്കാട് സൈക്കിളിലാണ് പോകുന്നത്. അപ്പോ പിന്നെ എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ 3 വയസ്സിലാണ്. അതായത് പെങ്ങളെ പ്രസവിക്കാനായിട്ട് 1993 തോന്നുന്നു ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ മുത്തുലിയാലുള്ള മൂത്തുമാടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്, സെയ്തുമാക്കാടെ വീട്. അപ്പോ ഞാൻ വാശി പിടിക്കുന്നുണ്ട്, ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ പലരും എന്നെ ചീത്ത പറയുന്നുണ്ട്, ഇവനെന്ത് ഇങ്ങനെ കരയുന്നു. പലരും എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉമ്മ അല്ലാത്തവർ പോലും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, വാത്സല്യം തന്നിട്ടുണ്ട്. അയൽപ്പക്ക ബന്ധങ്ങൾ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാന് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ഹസ്ബി റബ്ബി ജല്ല എന്ന് തുടങ്ങുന്ന വരികളും താരാട്ട് പാട്ടുകള്. പിന്നെ ട്രംപ് കാർഡ് കളിച്ചിട്ട് ഇംഗ്ലീഷ് അക്ഷരമാല പഠിച്ചതും, അതുപോലെ ട്രംപ് കാർഡ് കളി ഒരു സ്പോർട്സിനോടുള്ള ഒരു ജരം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കപിൽ ദേവിന്റെ ബോളിംഗ് ആക്ഷൻ വരെ പഠിപ്പിച്ചു തന്ന ഇക്കമാരുണ്ട് എൻ്റെ 5-ാമത്തെയും 6-ാമത്തെയും വയസ്സിൽ. അങ്ങനെ ഇപ്പോ ഇംഗ്ലീഷ് അക്ഷരമാല പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഓർമ്മ വരുന്നത്. എൻ്റെ 4ാം ക്ലാസ്സിൽ JBS പഠിക്കുമ്പോ സൈനുദ്ദീൻ മാസ്റ്റർ ആയിരുന്നു കരുവന്നൂരുള്ള. അപ്പൊ ഞങ്ങളുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള മാഷാണ്. എന്നെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പൊ മാഷ് പറയാറുണ്ട് ഇവർക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ ഇപ്പോ നിങ്ങളെ അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മാർക്ക് ട്വെയിന്റെ ഓട്ടോബയോഗ്രാഫിൽ ആള് പറഞ്ഞിട്ടുള്ള ഒരു കഥയോട് ഉപമപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്നെ മാഷ് വിളിപ്പിച്ചു അക്ഷരമാല എഴുതാനായിട്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയാണ്, എല്ലാരും വിളിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ വിളിപ്പിച്ചു. എനിക്ക് കിട്ടിയ ആൽഫബറ്റ് എന്ന് പറയുന്നത് കെ ആണ്. ലെറ്റർ കെ എഴുതണം. ഞാൻ സത്യത്തിൽ സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ
ഈ അക്ഷരമാലയോട് എനിക്ക് കുറച്ച് അടുപ്പുണ്ടായിരുന്നു. വീടിന്റെ അപ്പുറത്തെ ഇത്തമാരും ഈ പറഞ്ഞ പോലെ ഓരോ കളികളിലൂടെ. അപ്പൊ ഞാൻ വളരെ ആശ്വാസത്തോടു കൂടി ബോർഡിൽ എഴുതാൻ നിൽക്കാം. അങ്ങനെ ഞാൻ കെ എഴുതി. ഓക്കെ, മാഷ് പറയാണ് സ്മോൾ ലെറ്റർ കെ എഴുതാൻ പറഞ്ഞു. ഞാൻ ആ കെ തന്നെ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ മാഷ് പറഞ്ഞു ഇതല്ല. മാഷ് ഒരുപാട് തന്നെ തല്ലി. ബാക്കില് കുട്ടികള് ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ നാണക്കേട് തോന്നിയതില്. അങ്ങനത്തെ ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മാഷ് വിളിച്ചാൽ തന്നെ മൂത്രമൊഴിക്കുന്ന പിള്ളേര് ഉണ്ട് ആ സ്കൂളില്. പിന്നെ എനിക്ക് എന്നെ ആദ്യമായിട്ട് ലീഡർ ആക്കുന്നത് എനിക്ക് തോന്നുന്നു പൗൾ ടീച്ചറാണ്, 2ാം ക്ലാസ്സിലുള്ള എന്നെ പഠിപ്പിച്ച JBC പഠിപ്പിച്ച. അതേപോലെ ആ സമയത്ത് തന്നെ എന്നെ ലീഡർ ആക്കുന്നത്, അതായത് ടീമിന്റെ ക്യാപ്റ്റൻ ആക്കുന്നത് കമറുക്കാണ്. ഇതിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 1998 3rd സ്റ്റാൻഡേർഡ് ആണ് JBC പഠിക്കുമ്പോൾ. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. 2016 എനിക്ക് JBSനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതിലുള്ള ഒരു 98% പേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പേരുകൾ അറിയാം, അവരുടെ വീടുകൾ എവിടെയാന്നൊക്കെ അറിയാം. അങ്ങനെ 2016 മെയ് അവസാനത്തിൽ, അതായത് ജൂൺ തുടങ്ങുന്നതിന് മുമ്പ് അതിലൊരു 40-45 പേരോളം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഗ്രൂപ്പ് ആക്റ്റീവ് അല്ല, പക്ഷെ സൈലന്റ് ആണ്. ആക്റ്റീവ് അല്ല എന്നിരുന്നാലും കുഴപ്പമില്ല. ഇന്ന് പോലും പാറാമ്പ് ലക്ഷം വീട്ടിലുള്ള റോബിൻ എന്ന പേരായിട്ടുള്ള കൂട്ടുകാരൻ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് എനിക്ക് വിളിക്കുന്നുണ്ട്. മുമ്പ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പാറാമ്പ് ലക്ഷം വീടിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സാലറി തരുന്നത് അവരാണ്. 4 രൂപയാണ് തരുന്നത്. എന്നെ കളിക്കാൻ വിളിച്ചു. കാരണം കളിക്കാൻ വിളിച്ചപ്പോ എതിർ ടീമിൽ അന്നുള്ളത് ഭയങ്കര ഫിസിക്കായിട്ടുള്ള അവിടുത്തെ പിള്ളേരായിരുന്നു. 5ാം ക്ലാസ്സിൽ JBC പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ തന്നെയായിരുന്നു. എന്നെ കളിക്കാൻ വിളിച്ചു. 8 ഓവറോ 10 ഓവറോ ആണ്ട് അന്ന് അവിടെ പാറാമ്പറിൽ പോയി കളിച്ച് അവര് എടുത്തത് 52 റണ്ണാണ്. ഞങ്ങള് 50 റണ്ണിനോ 49 റണ്ണിനോ ഓൾ ഔട്ട് ആവുകയാണ്. എന്റെ അന്നത്തെ സമ്പാദ്യം 39 റണ്ണും പിന്നെ 1-2 വിക്കറ്റുമാണ്. പിറ്റേ ദിവസം ഞാൻ മദ്രസയിൽ വരുമ്പോ പാറാമ്പറിൽ, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും വെച്ചിട്ടാണ് മറ്റു പലരെയും പേര് പറയാത്തത്. അപ്പോ എനിക്ക് പിറ്റേ ദിവസം മദ്രസയിൽ വരുമ്പോ ഒരു 4 രൂപ തരാം. ഞാൻ പറഞ്ഞു വേണ്ട, കളി തോറ്റില്ലേ, പിന്നെ എന്തിനെനിക്ക് 4 രൂപ തന്നെ, എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല, ഞാൻ പൈസക്കല്ലേ കളിക്കാവുന്നത്. നമുക്ക് ഓരോ പാഷൻ ഉണ്ട്. എനിക്ക് പാഷനുള്ള സ്പോർട്സ് ആണ്. അപ്പോ അത് എൻ്റെ പൈസ ഇറക്കിയിട്ടായാലും അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഒന്നും നേടാനല്ല, അതൊരു സന്തോഷം. ഞാൻ 2008 കാലയളവില് 2007 വെക്കേഷൻ ടൈമില് പിള്ളേരവിടെ തേങ്ങ ഇട്ടിട്ട്, പൊട്ടത്തേങ്ങല്ലേ, തെക്കേപ്പാടത്ത് പൊട്ടത്തേങ്ങ ഇട്ടിട്ട് കളിക്കാണ് അവർ, ഫുട്ബോൾ കളിക്കാണ്. അങ്ങനെയാണ് എനിക്കൊരു ടീം ഉണ്ടാക്കണമെന്നൊക്കെ തോന്നി 2008 നെക്സ്റ്റ് ഇന്ത്യൻ ജനറേഷൻ ഫുട്ബോൾ ക്ലബിന് രൂപം കൊടുത്തത്. അതിലെ പ്രസിഡന്റും ആയിരുന്നു, അതേസമയം ക്യാപ്റ്റനായിരുന്നു, കോച്ചായിരുന്നു. എനിക്ക് ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. അതായത് എല്ലാ മേഖല എന്താ പറയാ, ജീവിതത്തിന്റെ എല്ലാ രുചികളുള്ള ആ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്. പാവപ്പെട്ടവനുണ്ട്, പണക്കാരുണ്ട്. ആ തെക്കേപ്പാടത്തെ കളി തന്നെ കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ എനിക്ക് സാധിച്ചു. ഇതേ ടീമിനെ കൊണ്ടാണ് എന്റെ കോച്ച് ഇതിനായിട്ട് ഞാൻ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന ഫോട്ടോയാണ് ഇപ്പൊ പെരിങ്ങോട്ടുകര, എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ഫോട്ടോയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്റെ കോച്ചായിട്ടാണ് മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഞങ്ങൾ 3-1, ഞാൻ പ്രൊഫഷണൽ ഫുട്ബോളിനോട് അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. സെവൻസിനോട് എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്റെ ടീം സെവൻസ് കളിക്കുമെങ്കിലും അവസരം കിട്ടാത്തതിന്റെ പേരിലാണ് സെവൻസ് കളിക്കാറ്. അന്ന് 3-1 ഞങ്ങൾ ജയിച്ചു കളി. അന്ന് എന്റെ കോച്ച് പറഞ്ഞു കോച്ചിന്റെ പിള്ളേർക്കും നീ കോച്ചിങ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടും ഫ്രണ്ട്ലി മാച്ച് വീണ്ടും വന്നു. അവരായിട്ട് വീണ്ടും 3-1 തോൽക്കാണ്. ഇതേ ടീമിനെ കൊണ്ട് തൃശ്ശൂര് DFAയില് D ഡിവിഷനില് ഞാൻ കളിപ്പിച്ചു. കാരണം നമുക്കറിയാം, ഒരു ഇടത്തര കുടുംബത്തിൽ പിറന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരാൾക്കോ DFA ആയിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ബന്ധപ്പെട്ട് ടീമിന്റെ സാങ്ഷനൊന്നും കിട്ടില്ല. ഞാൻ ഒരുപാട് കാലം അതിനുവേണ്ടി ജോലിക്ക് പോകുമ്പോ പോലും, ട്രിവാൻഡ്രത്ത് ജോലിയുണ്ട്, എറണാകുളത്തൊക്കെ ജോലിയുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു തവണ എന്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് KFAയില് പോയിട്ട്. സമയം കഴിഞ്ഞോ? ഹലോ
ഹലോ, സമയം ഓവർഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കഴിവ് ആസ് എ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് എന്ന നിലയിൽ നമുക്ക് റിലേഷൻ ഉണ്ട്, പലരായിട്ടും നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകളും റിലേഷനും ഒക്കെ കൂടുമ്പോഴാണ് ഒരു ഉത്തമ സമൂഹമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ രാഷ്ട്രീയേതര SKSS പോലുള്ള സംഘടനകൾ, അവരാണ് നമ്മുടെ ഊർജം, അവരാണ് നമ്മുടെ ഭരണകൂടം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താങ്ക്സ് മൻസൂർ. അടുത്തതായി നമുക്ക് നടത്തേണ്ടത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ നടത്തുന്നത് നൗഷാദ് PH അവറുകളാണ്. അദ്ദേഹം 27 വർഷക്കാലമായി UAE പ്രവാസ ജീവിതം നയിക്കുന്നു. ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് മാനേജറാണ്. നമ്മുടെ UAE ചേർപ്പുമാലി വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ ഭാരവാഹിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജയരാജിനോട് ചോദിച്ചു വാങ്ങിയതാണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പ്രോഗ്രാമിൽ പങ്കെടുക്കും, അത് ശ്രദ്ധിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണക്കൊഴികെ മറ്റുള്ള സബ്ജക്റ്റുകൾ ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം അതിഗംഭീരായിരുന്നു. എല്ലാ സ്പീക്കേഴ്സും MOCയും ഖിറാഅത്തും എല്ലാം വളരെ നന്നായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് തുടങ്ങാം. ആദ്യമായിട്ട് ഖിറാഅത്ത് ഫർദാദ്. ജയിലാപ്പ ഫർദാദിനെ കാണിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണോ? ഒരു സെക്കൻഡ്. ഉറങ്ങിയോ? ഉറങ്ങിയെന്ന് വേണ്ട. മൈക്ക് ഓൺ ആണ്, അതൊന്ന് ഓഫ് ആക്കി കഴിഞ്ഞാൽ നൗഷാദിന്റെ സൗണ്ട് കുറച്ചും ക്ലിയർ ഉണ്ടാവും. ആരും മൈക്ക് ഓൺ ഇല്ലല്ലോ. മൻസൂറിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തോളൂ. എല്ലാരും ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഫർദാദിന്റെ ഖിറാഅത്ത് വളരെ നന്നായിരുന്നു. ഈ പ്രായത്തില് വളരെ നല്ല രീതിയോട് കൂടിയിട്ട് ഖുർആൻ ഓതി അതിന്റെ അർത്ഥം പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും വാപ്പാക്ക് പറ്റിയ മകൻ തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്. പിന്നെ അടുത്തത് നമ്മുടെ സ്വാഗത പ്രസംഗം ഷൗക്കൂട്ട്. സാധാരണ പ്രസംഗം എന്ന് പറയുമ്പോ എനിക്ക് പറയാനുള്ള എന്താണെന്നുണ്ടെങ്കിൽ വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത ഒരു പ്രസംഗമാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാണ്. അതായത് ഇപ്പൊ നമുക്ക് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്നുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ വന്ന് കൂടും. പക്ഷെ ഷൗക്കൂറിന്റെ പ്രസംഗങ്ങളിൽ പച്ച മലയാളം, ഏകദേശം ജയിലാപ്പിന്റെ പോലെ തന്നെ നല്ല മലയാളം വരും എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഷൗക്കൂറിന്റെ പ്രസംഗങ്ങൾ നോക്കിയിരിക്കാറുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും വാക്കുകൾ കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെയായിരുന്നു ഇന്നും. അത് മാത്രമല്ല, വെറുതെ ഒരു സ്വാഗതം പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയല്ല ഉണ്ടായത്. അതായത് ആനുകാലിക വിഷയങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആംബുലൻസ് വാങ്ങുന്ന ആ ഒരു പ്ലാനിനെ കുറിച്ചിട്ടും, അതുപോലെ C-FLAP-ൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്നതിനെ കുറിച്ചും എല്ലാം അത് സമയോചിതമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാളെ പോലും വിടാതെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതിൽ വളരെ ഹാറ്റ്സ് ഓഫ് ഉണ്ട്. വീണ്ടും ഞാൻ പറയണം, മലയാളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇംഗ്ലീഷ് പലർക്കും കടന്നുകൂടാറുണ്ട്. പക്ഷെ ഷൗക്കു ആ കാര്യത്തിൽ 100% വിജയമാണ്. അപ്പൊ അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ഷൗക്കു. അടുത്തത് പിന്നെ മൈസെൽഫ്, നമ്മുടെ ഷിഹാബുദ്ദീനാണ്. മങ്ങാട്ട് യൂസഫ് ഷിഹാബുദ്ദീൻ. ഷിഹാബ് മൈസെൽഫ് പറഞ്ഞപ്പോ സത്യത്തിൽ മൈസെൽഫ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ് ഉണ്ടായത്. എന്താണ് മൈസെൽഫ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ് സത്യത്തിൽ ഉണ്ടായത്. അത്രയും അടുക്കും ചുറ്റോട് കൂടിയിട്ട് ഉപ്പ, ഉമ്മ, സഹോദരി, സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ മദ്രസ, JBS വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഞാനും സത്യം പറഞ്ഞ ആ കാലഘട്ടത്തിലേക്ക് പോയി. കാരണം എന്റെ വീടിന് മുമ്പിൽ കൂടിയാണ് ഷിഹാബ്
JBSയിലേക്കും മദ്രസയിലേക്കും പോവാ. അപ്പൊ എന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന കാലഘട്ടമാണ്. അപ്പൊ അവരെ മുന്നിൽ വെച്ചിട്ട് എന്റെ ഉപ്പ കുറെ ഡാൻസ് ഒക്കെ കളിക്കും. അപ്പൊ എന്റെ ഉമ്മ അവിടെ നിന്ന് പറയും, ആ മക്കളെ ദേ വണ്ടി തട്ടൂല റബ്ബേ, അവര് പോട്ടെ എന്നൊക്കെ പറയും. അപ്പൊ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലോട്ട് പോയി. ഷിഹാബ് സത്യം പറഞ്ഞാൽ എന്റെ അയൽവാസി കൂടിയാണ് ഇപ്പൊ. പിന്നെ അത് മാത്രമല്ല, ചെറുപ്പം മാത്രം പറഞ്ഞിട്ടല്ല അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കരിയറിലെ അദ്ദേഹത്തിന് ചെറിയ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് എത്രത്തോളം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അത് മുന്നേറാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കുള്ള ലിമിറ്റേഷൻ എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് എന്താണ് എന്റെ കയ്യിലുള്ളത് എന്നറിയാം. അത് വെച്ചിട്ട് എങ്ങനെ മുന്നേറാം എന്നുള്ളത് മുജീബല്ല ഷിഹാബ്, എനിക്ക് എപ്പോഴും മുജീബിന്റെ പേരെ പറയാം. അപ്പൊ ഷിഹാബ് അത് കാണിച്ചു തന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പിന്നെ ഫ്യൂച്ചർ ജനറേഷന് അദ്ദേഹത്തിന്റെ ഒരു സജഷനും കൂടി പറഞ്ഞു. എന്താണ് അത് പറഞ്ഞത്? ഫോളോ യുവർ പാഷൻ, നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് മൈസെൽഫ് ഇങ്ങനെ നല്ല ഒരു ഓർഡറിൽ അവസാനിപ്പിച്ചു എന്നുള്ളത് വളരെ വളരെ, കാരണം ഇതിന്റെ സി ഫ്ലാറ്റിലൊക്കെ ചിലർ മൈ സെൽഫ് പറയുമ്പോ അവരുടെ എല്ലാ കാര്യങ്ങളും പറയാറില്ല. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഇത് യൂട്യൂബിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലരും ഇതൊന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ എനിവേ ഓൾ ദി ബെസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് വയസ്സും കൂടെ അദ്ദേഹം ശരിക്കും എന്റെ 42 വർഷത്തിനിടയ്ക്കുള്ള ജീവിതം അപ്പോഴാണ് എനിക്ക് എന്താ പറയാ, ഷിഹാബിന് 42 വയസ്സായപ്പോ എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. കാരണം എന്റെ മനസ്സിൽ ഇപ്പോഴും ട്രൗസർ ഇട്ടിട്ട് പണ്ട് JBSയിലേക്ക് വരുന്ന ആളാണ്. അപ്പോ ആ വയസ്സ് പോലും അദ്ദേഹം വിടാതെ എന്റെ 42 വയസ്സിന് എന്റെ 42 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് എന്നൊക്കെ പറയുമ്പോ അപ്പൊ അത് വളരെ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത്. എനിവേ ഓൾ ദ ബെസ്റ്റ് ഷിഹാബുദ്ദീൻ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് മൈസെൽഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസിമിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം എന്താണ്, സി ഫ്ലാപ്പിൽ ആദ്യമായിട്ട് ഒരാള് ഇംഗ്ലീഷില് പ്രസംഗിച്ചു എന്നുള്ള ഒരു ഖ്യാതി അത് ജാസിമിനുള്ളതാണ്. അദ്ദേഹം നല്ല അത് ഗ്രൂപ്പിൽ ചോദിച്ചു, എന്താ പറയാ, ഇംഗ്ലീഷിൽ പറയുന്നത് കുഴപ്പമുണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞില്ല, വെൽക്കം, അത് കുഴപ്പമില്ല, ചെയ്യാം എന്നുള്ളത്. അപ്പൊ സാധാരണ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുത്ത് താമസിക്കുന്നത് പോലെ. അപ്പൊ മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെട്ടെന്ന് തൻ ഭാഷതാണ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ നമ്മള് മറ്റു ഭാഷകളിൽ സംസാരിക്കുമ്പോൾ നമ്മള് ഹോട്ടലിൽ ചെന്ന് മുറിയെടുത്ത പോലെ, ഹോട്ടലിൽ ചെന്ന് മുറിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടക്കയും നല്ല പുതപ്പും നല്ല തലണൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഉറക്കം കിട്ടില്ല. നമുക്ക് ഉറക്കം കിട്ടണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് നമ്മളുടെ ആ പൊടി പിടിച്ചതായാലും ആ തലാണയായാലും പുതപ്പായാലും അതിൽ കിടന്ന് ഉറങ്ങിയാലും നമുക്ക് ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇംഗ്ലീഷിലുള്ള പ്രസംഗം. അപ്പൊ ഇംഗ്ലീഷിൽ പ്രസംഗം എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗം എനിക്കൊരു ഉള്ളിലൊരു, മലയാളത്തിൽ പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തായാലും ഉള്ളിലൊരു ചെറിയ പിന്മിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പിന്മിട്ടാണ്, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു വൈക്ലഭ്യം ജാസ്മിനിൽ ഞാൻ കണ്ടില്ല എന്നല്ല. വളരെ കൂളായിട്ട് തന്റെ മാതൃഭാഷ പറയുന്നത് പോലെ തന്നെ വളരെ കൂളായിട്ട് ഒരു പബ്ബത്തും ഇല്ലാതെ നല്ല ഇംഗ്ലീഷിൽ, പ്യുവർ ഇംഗ്ലീഷിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും കാര്യമായിട്ടില്ലാതെ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് വളരെ 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 അപ്രീഷിയേറ്റ് ചെയ്യണം. സൂം മീറ്റിംഗ് അല്ലായിരുന്നെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു സമയമാണിത്. ഒന്നാമത് ആദ്യത്തത് അത് നാട്ടിൽ നിന്ന് അത് മുൻകൈ എടുത്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനും അബു റഷീദൊക്കെ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടാമ്പുഴക്ക് പോകും. അപ്പൊ അന്ന് വളരെ അപൂർവമാണ്, അതിന്റെ ലീഡർ ഞാനാണ്. കടാമ്പുഴക്ക് പോയിട്ട് ഞങ്ങൾ തന്നെ തമ്മിൽ ഇംഗ്ലീഷ് പറയും, മുറി ഇംഗ്ലീഷ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. പിന്നീട് പിൽക്കാലത്ത് അത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായിട്ടുണ്ട്. പലരും ഗൾഫിൽ പോയിട്ട് കത്തയച്ചിട്ടുണ്ട്, പക്ഷെ അത് നമ്മളൊന്ന് സംസാരിച്ചുകൊണ്ട് ഉപകാരമായി, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഗുണം കിട്ടി, അതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ജാസിമിന്റെ ഈ ഒരു തുടക്കം വളരെ വളരെ നന്നായിട്ടുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു വെരി മച്ച് ജാസിം, ഓൾ ദ ബെസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി, അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് പ്രസംഗം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശശി തരൂരിനെ അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധിനെ കുറിച്ച് പറഞ്ഞു, കനേഡിയൻ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ജാസിം മുഹമ്മദ്, ഓൾ ദ ബെസ്റ്റ്. അടുത്തത് ഇനി പറയാനുള്ളത് നമ്മുടെ മൻസൂറാണ്.
മൻസൂറിനെ പറ്റി പറയുകയാണെങ്കിൽ മൻസൂറിനെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ജയിലാഫിന്റെ കൂട്ടുകാരൻ എന്നാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ പറയാ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു രീതിയാണ് മൻസൂർ അദ്ദേഹത്തിന്റെ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ജയിലാഫിനെയാണ്. അപ്പോ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു മൻസൂറിനെയാണ് ഞാൻ കണ്ടത്. പിന്നെ മൻസൂറും ഇതുപോലെ തന്നെ മൻസൂറിന്റെ ചെറുപ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും എന്റെ ചെറുപ്പത്തിലോട്ട് പോയി. കാരണം എന്റെ ഉമ്മയുടെ വീട് ചെറിയത്തായിരുന്നു. അതായത് ഇപ്പത്തെ കിളറിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ ഉമ്മയുടെ വീട്. അപ്പൊ ഈ മൻസൂർ പറയുന്ന ചെറുതേനം ഭാഗമൊക്കെ ഞാനും കുറെയൊക്കെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അദ്ദേഹം VP സിംഗിനെ കുറിച്ച് പറഞ്ഞു, മണ്ഡൽ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അതും അദ്ദേഹത്തിന് ജനങ്ങൾ ആ കാലഘട്ടം തമ്മിൽ പറഞ്ഞു എന്നുള്ളത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. പിന്നെ അതുപോലെ അബ്ദുൽ സമദ് സമദാനിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ 4th സ്റ്റാൻഡേർഡിലെ പ്രസംഗം, ഈ കുട്ടി ഇത്ര ഉറക്കൊക്കെ പറയോ എന്ന് ആരോ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഇത്രയൊക്കെ ഉറക്കൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഞാനും അതന്നെ പറയുന്നത്. മൻസൂർ ഇത്രയൊക്കെ ഉറക്കം പറയുന്നത് അന്ന് അവർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. മൻസൂർ നന്നായിട്ട് സംസാരിക്കും, നല്ല ഭാഷയാണ്. എന്തായാലും മലയാളത്തിൽ ഞാൻ ഷൗക്കൂറിന്റെ കാര്യം പറഞ്ഞ പോലെ മലയാളത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണ്. അപ്പോ മൻസൂർ, എനിവേ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ ബെസ്റ്റ്. ഇനി പൊതുവെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ ഇതിലാരും നമ്മൾ പറഞ്ഞിട്ടില്ല. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആരും നോക്കാറില്ല. പക്ഷെ എനിക്ക് കോമൺ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മളിപ്പോ ഇതൊരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. നമ്മൾ സാധാരണ ഡ്രൈവിംഗ് പഠിക്കുമ്പോ എങ്ങനെയാ, ഇപ്പൊ ഇവിടെ ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗ്രീൻ കാർഡ്, യെല്ലോ കാർഡ്, റെഡ് കാർഡൊക്കെ വരും, 7 മിനിറ്റുള്ളിൽ അവസാനിപ്പിക്കണം എന്ന് നമ്മൾ നിർബന്ധമാക്കും. ഇപ്പൊ അങ്ങനെ ഒരു നിർബന്ധമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. സാധാരണ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബെൽറ്റ് ഒക്കെ ഇടും, ഷോൾഡർ ചെക്ക് ഒക്കെ ചെയ്യും, മിററിൽ നോക്കും, എന്താ പറയാ സൈഡ് ചേഞ്ചും ഇൻഡിക്കേറ്റർ ഇടും, ഒക്കെ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ 7 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 7 മിനിറ്റ് തന്നെ പാലിക്കും. പക്ഷെ ഈ ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോ ഈ സിഗ്നലും ഇല്ല, ഈ ബെൽറ്റും ഇല്ല, ഇൻഡിക്കേറ്റർ ഇടലും ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കഴിഞ്ഞ് പുറത്തോട്ട് പോയി മറ്റുള്ള വേദികളിൽ പോകുമ്പോഴാണ് ടൈം മാനേജ്മെന്റ് വ്യക്തമായിട്ട് പാലിക്കേണ്ടത്. അതാണ് എനിക്ക് കോമൺ ആയിട്ട് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നല്ലോണം സംസാരിക്കാൻ അറിയും, നമുക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റും എന്ന് കണ്ടു കഴിഞ്ഞിട്ട് പുറത്തുള്ള വേദികളിൽ പോയിട്ട് അവരുടെ സമയം മുഴുവൻ കവർന്നെടുത്ത് ആ മീറ്റിങ്ങുകൾ അലമ്പാക്കരുത്. അപ്പൊ അത് പണ്ഡിതന്മാർക്ക് പോലും ഈ ഒരു തെറ്റ് പറ്റാറുണ്ട്. അത് ഞാൻ പലപ്പോഴും പല വേദികളിലും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഞാനിപ്പോ പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ കാർഡുകൾ വരും, യെല്ലോ കാർഡ്, ഗ്രീൻ കാർഡ്, റെഡ് കാർഡ്, അത് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലുപരി അത് നമ്മൾ പുറത്തു പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ലാസ്റ്റ് പറയാനുള്ളത് MOC, നമ്മളെ കമറുദ്ദീൻ MOC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ശൈലി. ഭാഷയെ കുറിച്ച് കമറുദ്ദീനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് അധികമായിട്ട് മാറും. പക്ഷെ ശൈലി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നു. ശൈലി ശരിക്കും ഒരു സാമൂഹികമായിട്ടുള്ള ശൈലിയായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. കാരണം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള ശൈലി വേണം. അതായത് നമ്മൾ ചെന്ന് എല്ലാ വിഭാഗക്കാരെയും നമ്മൾ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടി വരും. ഉദാഹരണത്തിന് CA എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അതായത് എന്താ പറയുക, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സാമൂഹികമായ ശൈലിയിൽ വേണം സംസാരിക്കാനായിട്ട്. അതെല്ലാം 100% ഇസ്ലാമികമായ ശൈലിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ ആ ശൈലിയുടെ കാര്യത്തിൽ എനിക്ക് കമറുദ്ദീൻ വളരെ വളരെ നന്നായി എന്നുള്ളതാണ് അഭിപ്രായം. അത് മാത്രമല്ല, ഇടയ്ക്ക് ഓരോ സമയം കിട്ടിയപ്പോഴും അദ്ദേഹത്തിന്റെ വിഷയത്തെ കുറിച്ച് വളരെ 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 വ്യക്തമായിട്ട് തന്നെ നമുക്കൊക്കെ പറഞ്ഞു തന്നു. ചെറിയ സമയം എടുത്തുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എല്ലാവരെയും കറക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ നന്നായിരുന്നു കമറുദ്ദീൻ. പിന്നെ ഇനി ആരെയും ഞാൻ മിസ്സായിട്ടില്ല. പിന്നെ ഉള്ളത് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആള്, നന്ദി പറയുന്ന ആൾ പൊതുവെ ഇവാലുവേഷന് രക്ഷപ്പെടാറുണ്ട്. കാരണം അത് നമ്മൾ കഴിഞ്ഞിട്ടല്ലേ നന്ദി പറയാം. അപ്പൊ നന്ദി പറയുന്ന ആളെ കുറിച്ച് മാത്രം ഇവാലുവേഷൻ പറയാറില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ 10 മിനിറ്റിനുള്ളിൽ തന്നെ സമയം അവസാനിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓവർ ടു എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഓവർ ടു MOC.
താങ്ക്സ് നൗഷാക്ക. പിന്നെ കൂട്ടത്തില് ഹമീദ് ഖാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോഴേ നമ്മളെ ചെറുപ്പപ്രായത്തിലൊക്കെ നമ്മളൊക്കെ മദ്രസയിലും അത് കഴിഞ്ഞും ഇപ്പൊ ഞാനൊക്കെ ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോയി വന്നു കഴിഞ്ഞാല് എപ്പോഴാ വന്ന് വളരെ സ്നേഹത്തോടെ നമ്മളെ കൂട്ടിപ്പിടിച്ച് നമുക്കെപ്പോഴും ഒരു പ്രോത്സാഹനം തരുന്ന, നമുക്ക് മാത്രമല്ല നാട്ടിലെ പൊതുവെയുള്ള വരും ഭാവി തലമുറക്ക് എപ്പോഴും ഒരു സ്നേഹം തരുന്ന ഒരാൾ കൂടിയാണ്. അതുകൂടെ ഓർമ്മപ്പെടുത്തിയതിൽ സന്തോഷം. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് 6ാമത്തെ സെക്ഷനാണ്. നമ്മൾ ഇനി 7ാമത്തെ സെക്ഷനിലേക്കാണ് അടുത്ത് പോകുന്നത്. അപ്പൊ നമ്മളൊരു അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ആസൂത്രണങ്ങൾ നമ്മുടെ ബന്ധപ്പെട്ടവര് ചെയ്തിട്ടുണ്ട്. ആ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ മോഡ്യൂളുകളും മറ്റു കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നതിനും വേണ്ടി ഹിലർ പൂക്കോയ അവറുകളാണ് വരുന്നത്. അദ്ദേഹം ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അതുപോലെ ഏരിയ ആൻഡ് ഡിവിഷൻ 2019 അദ്ദേഹം ടേബിൾ ടോപ്പിക് ആൻഡ് ഇന്റർനാഷണൽ സ്പീച്ച് ചാമ്പ്യൻ കൂടിയാണ്. കറന്റ്ലി അദ്ദേഹം ഒരു ടോസ്റ്റ് മാസ്റ്റർ ആണ്, ഡിവിഷൻ ബി ഡയറക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് 20. അതുപോലെ ബഹ്റൈനിലെ 24 വർഷത്തെ പ്രവാസ ജീവിതം അദ്ദേഹം നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ വ്യത്യസ്തമായ ഓർഗനൈസേഷനിലും സംഘടനകളിലും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറായിട്ട് വ്യത്യസ്തങ്ങളായ സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ആദരപൂർവ്വം നമുക്ക് ആ മൊഡ്യൂളുകളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. 1915 പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ആദ്യത്തെ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഡെയിൽ കാർണഗി എന്ന് പറയുന്ന ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ സയന്റിസം അല്ലെങ്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പബ്ലിക് സ്പീക്കിംഗ് കലയിലേക്ക് വരുന്നവരെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈവൻ നിങ്ങളുടെ 1000ാമത്തെ സ്റ്റേജിലായാലും ഫസ്റ്റ് 30 സെക്കൻഡ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ 30 സെക്കൻഡ് നിങ്ങളിലൊരു ഷിവറിങ് അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടായിട്ടില്ലെങ്കിൽ there is something wrong in you. നമ്മളെ ഇന്നത്തെ സെഷനിൽ എല്ലാവർക്കും തന്നെ ആ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ പരിഭ്രമം കാണാൻ കഴിഞ്ഞു. അത് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, ഒരു ഗ്ലിച്ചസ് ഉണ്ടായില്ലെങ്കിൽ ആ കലയെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകില്ല എന്നാണ് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ആചാര്യനായ, എല്ലാവരും വായിക്കണം, ഇതൊരു മനോഹരമായ ബുക്കാണ്, ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഏറ്റവും നല്ല വർക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഒക്കെ തന്നെ 50ഉം 100ഉം വർഷങ്ങൾക്ക് മുൻപാണ്. അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് 1915 ഇന്നും റിലവൻ്റ് ആണ്. ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ചില നോട്ട്സ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതും ഈ ബുക്കാണ്. അപ്പൊ അതിന്റെ റിലവൻസ് എത്രയാണെന്ന് ആലോചിക്കണം. ഇനി ക്വിക്കായിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഓൾമോസ്റ്റ് 6 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോം പടിഞ്ഞാട്ടുമുറിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ദെൻ ദിസ് ഇസ് ദ ടൈം ഫോർ us to come to a serious business, അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള വശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു പബ്ലിക് സ്പീക്കർ ആകുന്നത്? എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നത്? ബോഡി ലാംഗ്വേജ് പബ്ലിക് സ്പീക്കിങ്ങിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള പ്രൊഫഷണലായിട്ട് ഒരു സ്പീക്കറായിട്ട് മാറാൻ കഴിയുന്ന ചില ടിപ്പുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 35 to 45 മിനിറ്റ്സിന്റെ ഒരു സെഷൻ, പ്രൊഫഷണൽ സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അടുത്ത CCLAP-ൽ. ഇപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളുടെ പ്രോഗ്രാം മോഡ്യൂൾസിനെ പറ്റി തരാൻ പോകുന്നത്. അതായത് നമ്മൾ നെക്സ്റ്റ് 6 മന്ത് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട്
ഐസ് ബ്രേക്കർ സ്പീച്ച്. ഈ ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഐസായിട്ട് കിടന്നു ഇരുന്ന നമ്മളുടെ എബിലിറ്റീനെ അതിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഈ പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഓതന്റിക്കലായിട്ട് പറയാൻ കഴിയുക എന്താണ്? നമ്മളെ പറ്റി തന്നെയാണ് അല്ലെ. മണ്ഡൽ കമ്മീഷനും അല്ലെങ്കിൽ നമ്മുടെ ഈ ശശി തരൂരിന്റെ ഓതന്റിസിറ്റി ഒക്കെ നമുക്ക് ഗൂഗിൾ ചെയ്യണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെക്ക് ചെയ്യണം അല്ലെ. പക്ഷെ നമ്മളുടെ ഓൺ സ്റ്റോറി, നമ്മളുടെ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് നമുക്ക് വളരെ ഓതന്റിക്കലായിട്ട് കഴിയും. അത് 100% സത്യമായിട്ട് തന്നെ പറയാൻ കഴിയും അല്ലെ. ഏറ്റവും ഈസി ആയിട്ടും പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഐസ് ബ്രേക്കറിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവരും തന്നെ ഈ പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കഴിഞ്ഞ വർഷം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ ആദ്യത്തെ വെർച്വൽ കോൺഫറൻസ്, 100 ഇയേഴ്സിന്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് വെർച്വൽ കോൺഫറൻസിൽ ഏകദേശം 1,80,000 കാണികൾ തത്സമയം വീക്ഷിച്ച ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാമിൽ മൈക്ക് കാറ് അദ്ദേഹത്തിന്റെ മിസ്സിസ് മെഗാമറി ആൻഡ് ലൈബ്രറിയൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായ ചെറിയ ഒരു ഇൻസിഡന്റിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആയത്. അതിന് മുന്നത്തെ വർഷം 2019 ആരോൺ ബെവലി ഇന്ത്യയിൽ പങ്കെടുത്ത ഒരു ചെറിയ വെഡിങ്, അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് വേൾഡിന് ഒരു മെസ്സേജ് കൊടുക്കുന്ന രൂപത്തിൽ മാറ്റിയിട്ടാണ് അദ്ദേഹം ചാമ്പ്യനായത്. അതിനേലും മുന്നത്തെ 2018 റൊമാന സ്മിത്ത് അവരുടെ 3 മാരേജസ്, അത് ബ്രേക്കായ റീസൺസ്, അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇൻസിഡന്റ്. ദെൻ കുറച്ചും കൂടി പിന്നോക്കം പോകുമ്പോൾ 2016 ധനഞ്ജയ ഹെത്യാരാച്ച് അദ്ദേഹം ജയിലിൽ കിടക്കാനുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ്. ഫസ്റ്റ് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള മനോജ് വാസുദേവൻ സിംഗപ്പൂർ സെറ്റിൽ ആയിട്ടുള്ള 2017 വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കർ ആയത് അദ്ദേഹത്തിന്റെ മാരേജിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്തിട്ടാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഒരു 50ഓളം വേൾഡ് ചാമ്പ്യന്മാരെടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ അവരുടെ സ്വന്തം ലൈഫിലുണ്ടായിട്ടുള്ള ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്പീച്ചസ് കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു യുണീക്ക്നെസ്സും മനോഹാരിതയും അക്സെപ്റ്റൻസും കിട്ടുന്നത് അല്ലേ. നമ്മള് ഈ ബഷീർ, മൂന്നാമത്തെ മൻസൂർ മണ്ഡൽ കമ്മീഷനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ഉറങ്ങാൻ തുടങ്ങി, ചിലർ കൂർക്കം വലിക്കാൻ തുടങ്ങി. ആ സ്ക്രീനിൽ നോക്കുമ്പോൾ പോണ്ടായിരുന്നു. ദെൻ ഹി കം ബാക്ക് ടു ഹിസ് ഓൺ ടോപ്പിക്. ആളെ ലൈഫിനാണ് കൊണ്ടുവന്നു അല്ലേ. പിന്നെ നമുക്കൊക്കെ ലൈഫായി, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, എല്ലാവരും ആ റിലേറ്റ് ചെയ്യാൻ തുടങ്ങി, ആ സ്പീച്ചിലേക്ക് എൻഗ്രോസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ മൈസെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഓൺ സ്റ്റോറിക്ക് വളരെ പ്രാധാന്യമുണ്ട് പബ്ലിക് സ്പീക്കിങ്ങിൽ. ജാസിം മുഹമ്മദിന്റെ സ്പീച്ചും അതേപോലെ തന്നെ അദ്ദേഹം എപ്പോഴൊക്കെ ഇന്റർനാഷണലി പോകുന്നുണ്ടോ നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധി ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ജഡ്ജിങ്ങിന് പോകുമ്പോൾ മദർ തെരേസ വന്ന അപ്പം തന്നെ ഇട്ടു 0, മഹാത്മാഗാന്ധി അപ്പം തന്നെ ഇട്ടു. കാരണം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഓൺ സ്റ്റോറി ബ്രിങ് സംതിങ് യൂണിക്, ബ്രിങ് സംതിങ് റിലവൻറ്റ് ടു എവറിബഡി. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണം. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിന് അതുല്യത വരുന്നത്. അതുല്യതയ്ക്കാണ് എക്സിസ്റ്റൻസ് ഉള്ളത് അല്ലെ, മറ്റത് ബോറിംഗ് ആണ്. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് സ്പീച്ച് ഐസ് ബ്രേക്കർ ആണ്. ഈ ഐസ് ബ്രേക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐസ് ബ്രേക്കറിന്റെ മുകളിൽ ഒരു ഇവാലുവേഷൻ തരും. ഓക്കെ, അത് വേറെ പരിചയമുള്ള ഒരു സ്പീക്കർ ഒരു ഇവാലുവേഷൻ തരും. ആ ഇവാലുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇവാലുവേഷനിൽ പറയും നിങ്ങൾ ഒന്നുകിൽ ഇപ്പോൾ നൗഷാദ് സാഹിബ് പറഞ്ഞ പോലെ ടൈം നിങ്ങൾ കടന്നുപോയി, അതിക്രമിച്ചു പോയി, അപ്പൊ അതിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. പിന്നെ ഇത് നിങ്ങൾ ആ തുടക്കം ഓപ്പണിംഗ്, എപ്പോഴും ഒരു പബ്ലിക് ഒരു സ്പീച്ചിന് ഒരു ഓപ്പണിംഗ്, ഒരു ബോഡി,
ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. അപ്പോഴാണ് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഒരു പ്രൊഫഷണലിസം ഉള്ളൂ. അപ്പൊ ഓപ്പണിങ്ങിൽ നിങ്ങൾ റിപ്പയർ ചെയ്യേണ്ട ചില ഏരിയാസ്, ആ ബോഡിയിൽ നിങ്ങൾ റിപ്പയർ ചെയ്യേണ്ട ഏരിയാസ്, കൺക്ലൂഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട്. മിക്കവാറും സ്പീച്ചസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി സലാത്തും ദിക്റൊക്കെ ചൊല്ലി അല്ലെങ്കിൽ സ്റ്റേജിലുള്ള എല്ലാ ആൾക്കാരും വിളിച്ച് നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട മറ്റത് ഇതൊന്നും ആൾക്കാർ ഇൻട്രസ്റ്റഡ് അല്ല. നോ വൺ ബോതേർഡ് അബൌട്ട് ദിസ്. നമുക്ക് ക്വിക്കായിട്ട് ഒരു 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഒരു ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാൻ കിട്ടുന്നത്. മാക്സിമം 2 മിനിറ്റ്. ഇപ്പൊ നിങ്ങളൊരു കീനോട്ട് അഡ്രസ് ആണെന്ന് നിങ്ങൾ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റ്സ് ആണ് മാക്സിമം ഒരു ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാൻ കിട്ടുക. ആ 2 മിനിറ്റ്സിൽ നിങ്ങൾ വിൻ ചെയ്തില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ടോപ്പിക്. കാരണം പിന്നെ ഒരു സ്നോറിങ് ആയിരിക്കും കിട്ടുക അവിടെ. മിക്കവാറും ആൾക്കാർ സൂം മീറ്റിങ്ങിൽ ഇപ്പോൾ വീഡിയോ ഓഫ് ആയിരിക്കും, വേറെ പണിയായിരിക്കും. കാരണം അത് അത്ര ഇൻട്രസ്റ്റ് അല്ല. ഇവിടെ ചില സ്പീച്ച് ഇപ്പൊ നമ്മളെ ഈ ബഷീറും അതേപോലെ തന്നെ ജാസിമും നമ്മുടെ ഷിഹാബൊക്കെ വന്നപ്പോൾ നമ്മൾ വായൊക്കെ തുറന്നത് ഇങ്ങനെ ചെവി ഇങ്ങനെ കൊണ്ടുവന്ന് കേട്ടിരുന്നിരുന്നു. ബിക്കോസ് ദീസ് ആർ സംതിങ് റിലേറ്റഡ് ടു ദെയർ ലൈഫ് ആൻഡ് സംതിങ് വെരി യുണീക്ക് അല്ലെ. അതിൻ്റെ ഇടയിൽ മണ്ടൽ വന്ന് അപ്പം നമ്മൾ വിടും അല്ലേ, അത് നാച്ചുറാണ്. നെക്സ്റ്റ് സെക്കൻഡ് പ്രോജക്റ്റ്, ഈ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെയിം ഐസ് ബ്രേക്കർ ഒന്നും കൂടി ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് ഇസ് സെക്കൻഡ് പ്രോജക്റ്റ്. ദെൻ ഒരു മൂന്നാമത്തെ പ്രോജക്റ്റ്, നമ്മൾ വേറെ ഒരാളെ സ്പീച്ചിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 3 പ്രോജക്റ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്ത ഇവാലുവേഷൻ വേറൊരാൾ നമുക്ക് ഇവാലുവേഷൻ തരും. നിങ്ങൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ഓൾറെഡി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇവാലുവേറ്റ് ടു എൻകറേജ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കച്ചവടം പൂട്ടി താക്കോലിട്ട് ഓടരുത്, വീണ്ടും അവൻ വരണം. ഇത് ഒരു ട്രെയിനിങ് ആണ്. നമ്മളൊരു പബ്ലിക് സ്പീക്കർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ലീഡറായിട്ട് ട്രെയിനിങ്ങിന് അവസരം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ ഓടിപ്പിക്കരുത്, നമ്മൾ ഇവാലുവേറ്റ് ടു എൻകറേജ് അടുത്ത ഇതെന്ന് പറയാനായിട്ട്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള 2 പോസിറ്റീവും ഒരു ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റും. അതായത് ഒരു പോയിന്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, അതൊരിക്കലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യരുത്, നെഗറ്റീവ് ക്രിറ്റിസിസത്തിലേക്ക് വരരുത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 2 പ്രോജക്റ്റ്, ഫസ്റ്റ് ഐസ് ബ്രേക്കർ, ദെൻ ഇവാലുവേഷൻ റിസീവ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് വെച്ച് കറക്ഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ട് അടുത്ത സ്പീച്ച്, ദെൻ നമ്മൾ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നു, തേർഡ് സ്പീച്ച്. ഫോർത്ത് റിസീവ് ചെയ്യാണ്, അതായത് നമ്മളുടെ ഇവാലുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് റിസീവ് ചെയ്യുന്നു. ദെൻ ഗോസ് ടു ദ ഇൻട്രസ്റ്റിംഗ് വൺ. അടുത്ത പ്രോജക്റ്റ്, 4ാമത്തെ പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റിസർച്ച് ആൻഡ് പ്രസന്റിങ് എന്ന് പറഞ്ഞതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മളെ കൺമുന്നിലുള്ള എനി ടോപ്പിക്, കാരണം നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്. ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് റിസർച്ച് ആൻഡ് പ്രസന്റിങ് എന്ന് പറഞ്ഞ സ്പീച്ച് ഞാൻ കൊടുത്തത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഫിഷുകളെ പറ്റിയിട്ടാണ്, പൂച്ചകളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളെ സ്പീച്ച് ഞാൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: കബോംബ അക്വാറ്റിക്ക, tropical umbrosa, leopard pelactomus. Does that make anything to you? അപ്പോൾ ഓഡിയൻസ് ഇതെന്ത് എനിക്ക് എന്താ പറ്റി, നമ്മൾ കേൾക്കാത്ത സാധനമാണല്ലോ. ഇത് വേറെ ഒന്നുമില്ല, ഈ നമ്മളെ വീട്ടിലുള്ള പിന്നെ പറഞ്ഞുണ്ട് സഹ്യാദ്രി ആ ചാലക്കുടിയൻ, കേട്ടിട്ടുണ്ടോ? ഇത് ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ ഈ ചാലക്കുടി എപ്പോഴെങ്കിലും കേട്ടുള്ളവർ റെഡി ആയിരിക്കും. കേരളത്തിൽ നിന്ന് മാത്രമുള്ള അതിമനോഹരമായിട്ടുള്ള, ലോകത്തിൽ കേരളത്തിൽ മാത്രം വളരുന്ന ഒരു ഫിഷ് ഉണ്ട്, ട്രോപ്പിക്കൽ ഡെനിസോണി എന്നാണ് അതിന്റെ പേര് ശരിക്കും. ചാലക്കുടി റിവറിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഫിഷ് 2000 വേൾഡ് റാങ്കിങ്ങിൽ നമ്പർ 1 ആയതാ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി വിടാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിലത്തെ ഈ സാധാ പറയുന്ന തുപ്പലാങ്കൊത്തി ഉണ്ടല്ലോ, ആ സാധനം, പക്ഷെ ചെറിയൊരു വര ഉണ്ട് അതിന്റെ ചുണ്ടത്ത്, ചുവന്ന വര. തുപ്പലാങ്കൊത്തിയുടെ പേര് ബ്ലൂ ലൈൻ റാസ്പറസ് ആണ്. അതും ഭയങ്കര സംഭവമാണ്, അപാരാണ്. അക്വേറിയത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ അതിന്റെ ഭംഗി കാണുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ടോപ്പിക്കുകൾ നമ്മുടെ കൺമുന്നിലുള്ള, ഇപ്പൊ എൻ്റെ ബാക്കിലുള്ള അരിക്കപ്പാം എന്ന് പറഞ്ഞൊരു പ്ലാന്റ്, നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു സ്പീച്ച് പറയാം. അല്ലെങ്കിൽ മുടി നരയ്ക്കുന്നത് ഒരു സ്പീച്ച് പറയാം. എങ്ങനെയാണ് അതിന് കളർ ചെയ്തിട്ട് നിർത്തുന്നത്,
അപ്പോൾ ഏറ്റവും നമുക്ക് കൂടുതൽ അറിയാത്തതാണെങ്കിൽ നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവും. അപ്പോൾ റിസർച്ച് ആൻഡ് പ്രസന്റിംഗ് ആണ് നമ്മളെ 4th പ്രോജക്റ്റ്. അതിൽ എനി ടോപ്പിക് ഓഡിയൻസിന് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവണം. ഒരു ടോപ്പിക് തന്നെ നമുക്ക് 15 പ്രാവശ്യം റിസർച്ച് നടത്തിയിട്ട് 15 സ്പീച്ച് കൊടുക്കാം. കാരണം നമ്മളൊക്കെ പോളിഷ് ചെയ്യാണ്, അപ്പൊക്കെ നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിഹാബിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പിന്നെ മിണ്ടാൻ പറ്റില്ല. തുടങ്ങിയ വഴിക്ക് നമ്മൾ കേട്ടിരിക്കുകയാണ്. ആ സാധനത്തിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. ദെൻ നമ്മളുടെ 6th പ്രോജക്റ്റ് അഗൈൻ ഒരു റിസർച്ച് ആൻഡ് പ്രസന്റിങ് കൂടി. ഒരെണ്ണം നമ്മൾ കൊടുത്തു, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു, ഗംഭീരമായിട്ട് ഈ തൊപ്പി ഉണ്ടാക്കുന്ന സ്പീച്ച് കൊടുക്കാം. നമ്മൾ തൊപ്പി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മറ്റേ മുടി കൊഴിയണതിനെ പറ്റിയുള്ള സ്പീച്ച് കൊടുക്കാം. ഞാനൊരു ഇതുപോലെ തന്നെ വേറെ ടോപ്പിക് കൊടുത്ത് അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. അതായത് 98 എൻ്റെ ഉമ്മയുടെ അനുജത്തി, ഉമ്മക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഒരു അനുജത്തി മരണപ്പെട്ടു. കേരളത്താണ് അവരുടെ വീട്. ഒരു പക്ഷെ നിങ്ങൾ അറിയാം, സാജ് എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട് എൻ്റെ കുഞ്ഞുമ്മയുടെ മകനക്ക്. അവര് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് കീഴടങ്ങിയിട്ട് മരിക്കുകയാണ്. അപ്പൊ നമുക്കൊക്കെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അത്. ഈ ക്യാൻസർ എങ്ങനെ വരുന്നു? ക്യാൻസർ ഒരു വീട്ടിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ അസുഖം ഒരു സാമ്പത്തികമായിട്ടും അവരുടെ എല്ലാ നിലയ്ക്കുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ശരിക്ക് ഡിവാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഈ ഡിവാസ്റ്റേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം. അത് എത്രമാത്രം നമുക്ക് കോഷ്യസ് ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജും കൂടി നമുക്ക് അതിൽ കൂടെ കൊടുക്കാൻ പറ്റും. ആ റിസർച്ച് ആൻഡ് പ്രസന്റിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആൻഡ് പ്രസന്റിങ് ഒരു സ്പീച്ച്. നമ്മൾ 5 പ്രോജക്റ്റ് കഴിഞ്ഞു. ദെൻ വരുന്നു അതിനേക്കാൾ ഭയങ്കര മനോഹരമായിട്ടുള്ള നമ്മൾ 6ാമത്തെ പ്രോജക്റ്റ്, അതായത് 6th മന്ത്. ദാറ്റ് മീൻസ് ഡിസംബറിൽ നമ്മൾ ഇത് കറക്റ്റ് ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാർ ഡിസംബറിൽ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്. സോറി, ഞാൻ തിരിച്ചു വന്നോ? വന്നിട്ടുണ്ട്. ആ, ഓക്കെ. കാരണം 5-4 നെറ്റാണ് ഓരോ കണക്ഷൻ വീടിന്റെ പല ഭാഗത്തായിട്ട് വൈഫും കുട്ടികളായിട്ട് ഉപയോഗിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ 6ാമത്തെ പ്രോജക്റ്റ് ഈ ലെവലിൽ ദ ലാസ്റ്റ് വൺ, ഐഡന്റിഫൈ യുവർ ലീഡർഷിപ്പ് സ്റ്റൈൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട് അല്ലെ. ചിലവർക്ക് അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പാണ്. നമ്മൾ ഹിറ്റ്ലറിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഓടി വരുന്നത് അദ്ദേഹത്തിന്റെ പാം ഡൗൺ പൊസിഷൻ ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് അല്ലെ, കൈയടിയിലേക്ക്. മോഡിനെ ഓർക്കുമ്പോ ഇതാണ് അല്ലെ, ആള് കൈ ഇങ്ങനെ. ഇതൊക്കെ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അതോറിറ്റേറ്റീവ് ആണ് ചില ലീഡർഷിപ്പ്, ചില ഡിക്റ്റേറ്റർഷിപ്പ് ടൈപ്പാണ്, ചില ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് മെഷീൻ ടൈപ്പ് ലീഡർഷിപ്പാണ്. എല്ലാം ഇതേപോലെ തന്നെ പോകാൻ പാടുള്ളൂ. നമ്മൾ ഷർട്ട് ഇട്ട ബട്ടൺ ഇങ്ങനെ തന്നെ ഇരിക്കണം, ടൈ കെട്ട് ഇങ്ങനെ തന്നെ, ഇങ്ങനെയുള്ള ചില ലീഡർഷിപ്പ് ഉണ്ട് അല്ലേ. നമ്മൾ ഓഫീസിൽ കാണാം മിക്കവാറും അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ള പല ആൾക്കാരും എടുക്കുന്ന ഒരു ലീഡർഷിപ്പാണ്. ആ ഡോക്യുമെന്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. 0 മാർജിൻ ആയാലും കുഴപ്പമില്ല, ഡോക്യുമെന്റ് കറക്റ്റ് ആയിരിക്കണം. പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കുന്ന വിഷയമല്ല, പക്ഷെ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ചില ആൾക്കാർ ഉണ്ട്. ഇപ്പോ ജയിലാഫൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എംബ്രേസ് ചെയ്യുക, എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോവുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ലീഡർഷിപ്പാണ്. അതായിരിക്കണം എന്നല്ല എൻ്റെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ടൈപ്പ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ. നമ്മൾ സ്റ്റിൽ ടു ഫൈൻഡ്. അപ്പൊ ഐഡന്റിഫൈ യുവർ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഏത് ടൈപ്പിലുള്ള ലീഡർഷിപ്പാണ് നമ്മൾ ഇൻഹെറിറ്റ് ആയിട്ടുള്ളത്? അതിന് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ അയക്കും. ഓക്കെ, അത് 5ഉം 6ഉം ലെവലുള്ള ചില ക്വസ്റ്റ്യൻസ്. അതിന് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ഫോമിൽ നിങ്ങളോട് പറയും ഇതാണ് നിങ്ങളെ കയ്യിലിരിപ്പ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ ഇനി കൊണ്ടു നടക്കേണ്ടത്. അപ്പൊ ഐഡന്റിഫൈ യുവർ ലീഡർഷിപ്പ് ആണ് 6ാമത്തെ നമ്മുടെ പ്രോജക്റ്റ്. അപ്പൊ ഒരു ലെവല് കഴിഞ്ഞു. ദെൻ നമ്മൾ അഡ്വാൻസ് യുവർ ഐഡന്റിഫൈ യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, പിന്നെ മെന്ററിങ്, ഇങ്ങനെ തുടങ്ങുന്ന നെക്സ്റ്റ് ലെവലിൽ. അപ്പൊ ഇതിന്റെ മോഡ്യൂൾസ് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ട്, ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇവരൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് അതിലുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള ചെയ്തിട്ട് ദെൻ വിൽ കം ബാക്ക്.
എനിക്കിന്ന് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരാളുണ്ട്, നമ്മുടെ ബദർക്കാട് ജാസിം മുഹമ്മദ്. ആർ യു ദേർ ജാസിം? Yes. Yeah, can someone spotlight him? Jasim Mohammed, you have a great speaker in you. And you made us proud on your speech and taking, particularly you took the mode of communication in English. It is very, as our brother Naushad said, it is extremely important that we speak and we come out from our comfort zone. There is no success happened within sitting in the comfort level, right? So you came out, you broke the ice, you came out from the shell, and you start speaking in a global language. And this is highly appreciable, and I highly appreciate you. Continue the rhythm. We want to hear, and we want you to proud your dad and your grandfather. We all embrace, and I can see that proud feeling from your dad's face, Badruddin Saab. He was smiling, and he is overwhelmed from the joy from the moment you start speaking in English. I was looking at his face, and today you made him proud, you made us proud, and you made the entire C-Plat proud. And we are happy to listen to that. Continue it. I want you to continue in this language, not to change to Malayalam. Of course, Malayalam, you are a good speaker probably. Let us learn and experience you and be proud. Back to you, Master of Ceremony. It's done. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഖദർ സാഹിബ്. അടുത്തത് ജയിലാഫ് ഖാനെ ക്ഷണിക്കുകയാണ് നമ്മുടെ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇന്നത്തെ ഒരു മെമ്മറബിൾ CLP ആണ് എല്ലാം കൊണ്ടും. തുടക്കത്തിൽ തന്നെ നമ്മളുടെ CLP അനൗൺസ് ചെയ്തതിന് C-Flap അനൗൺസ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം വീഡിയോ വന്നപ്പോൾ തന്നെ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു നമുക്ക്. ഇത് എന്തോ ഇത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നീതീകരിക്കും പ്രകാരം തന്നെയാണ് ഇവിടെ എല്ലാവരും പ്രസംഗിച്ചത്. പിന്നെ മാത്രമല്ല, നമ്മളുടെ C-Flap എന്നുള്ളത് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക എന്നുള്ളത് ഇവിടുന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാള് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും കളി ഇനി ഒരു ഏതോ ഏഷ്യാനെറ്റിനെ കണ്ടെന്നുണ്ട് ഇനി കളി വേറെ ലെവലിൽ അങ്ങോട്ട് വേണ്ട ഒരു പരിപാടിയില്ലേ, അതേ ഒരു ലെവലിലേക്കാണ് നമ്മൾ മാറിയിട്ടുള്ളത് നമ്മുടെ C-Flap. നമ്മളിപ്പോ ആകെ 28 പേരുണ്ടായിട്ടുള്ളൂ, അല്ല 31 പേരാണ് അത് ഉണ്ടായത്. ഇതിലൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മള് ബൈ മൗത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ 6 മാസം എടുത്തു ഇത് റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കരിക്കുളം, അതായത് ലെവലുകൾ നമ്മളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ 6 മാസം എടുത്തിട്ടുണ്ട് കില്ലർ ഇതിന്റെ പിന്നില്. നിങ്ങൾ അതിന്റെ സമയം ഒന്ന് ആലോചിച്ച് നോക്കണണ്ട, 6 മാസത്തെ സമയം. അതായത് ഇന്നുണ്ടാക്കി നാളെ പ്രസന്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ട് പുതിയതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ടോസ്റ്റ് മാസ്റ്റർ മൊഡ്യൂളുകൾ നടക്കുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും മൊഡ്യൂളുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളുടെ നാട്ടിലേക്ക് പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു മൊഡ്യൂൾ സിസ്റ്റമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് തുടക്കമാണ്. മറ്റൊന്ന്, നമ്മൾക്കിത് കിട്ടുന്നത് സിംഗിൾ പെന്നി നമ്മൾ പോക്കറ്റിൽ നിന്ന് പോകുന്നില്ല ഒരർത്ഥത്തിലും. മറ്റെവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും മിനിമം ഇപ്പൊ UAE ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 1000 ദിർഹംസ് മിനിമം നമുക്ക് ആ ക്ലബ്ബ് ജോയിൻ ചെയ്യാൻ നമുക്ക് വേണം എവിടെയാണെന്നെങ്കിലും. അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇവിടെ ഇത് നടത്തുന്നത്. കൃത്യമായിട്ടും പറഞ്ഞാൽ നമ്മുടെ നാട്ടിന്റെ യൂത്തിന്, നാടിന് ഒരു വളർച്ച ഉണ്ടാവണം എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് C-Flap നമ്മൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, അവിടെ പേരുകളൊന്നും പരാമർശിക്കുക എന്നുള്ളതല്ല വിഷയം. അങ്ങനെ നന്ദി പറയണമെങ്കിൽ C-Flapന് നന്ദി പറയാ, ഇത് ഒരാളുടെ ഇതല്ല. നമ്മളെല്ലാരും കൂടി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് C-Flap 7 ലെവൽ എത്തിയത്. പക്ഷെ എങ്കിലും 31 ആളെ വന്നിട്ടുള്ളൂ. നമുക്ക് ഒരുപക്ഷെ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ആയിരിക്കാം ആൾക്കാർക്ക്, ഇതിന്റെ ഉദ്ദേശശുദ്ധി ആൾക്കാരിലേക്ക് എത്താതെയായിരിക്കാം. മിണ്ടാതിരിക്കുന്ന ഒരു ലീഡറേക്കാൾ 2 അക്ഷരം പറയുന്ന ഒരു ലീഡർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
സ്വാഭാവികമാണ്. അത് നമ്മളുടെ പ്രാദേശിക തലമായിരുന്നാലും ശരി, എങ്ങനെയായിരുന്നാലും ശരി. ഇന്ന് നമുക്ക് ഒരു കാര്യം പറയാം, ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഹാഫ് ലോക്ക്ഡൌൺ ആണ് നമ്മളെ എല്ലായിടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ. എന്നിട്ടും ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എന്ത് ചോദിച്ചില്ല, ഇന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആരായിരുന്നു ഗസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ വാപ്പിമ്മയായിരിക്കും. അവരപ്പുറത്ത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. പങ്കെടുക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അടിച്ച് പൊളിച്ച് കളയാൻ വളരെ സെക്കൻഡുകൾ മതി. പക്ഷെ അത് യോജിപ്പിച്ചുണ്ടാക്കാൻ, അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ശ്രദ്ധ വേണം, കുറച്ച് പണിയെടുക്കണം. നമ്മളതിനുള്ള ഒരു വഴിയാണ് കറക്റ്റ് സി ഫ്ലാപ്പ് കൊടുത്തത്. ഇന്ന് നമ്മളെല്ലാവരും കണ്ടു ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തനം. 6 മാസം എടുത്തിട്ടാണ് നമ്മൾ മൊഡ്യൂൾ ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പൊ നിസ്സാര കളിയല്ല നമ്മളിവിടെ കളിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് ആർക്ക് വേണ്ടിയിട്ടാ. മൊഡ്യൂളുകൾ സെറ്റ് ചെയ്തതിന് നമ്മൾ കാശ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും നമ്മളിവിടെ സിംഗിൾ പെന്നി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഇപ്പൊ ഈ 6 മാസത്തെ ഇത് പറഞ്ഞു. അങ്ങനെ ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വയം നമുക്ക് വിലയിരുത്താൻ പറ്റും. ആദ്യത്തെ സ്പീച്ച് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്പീച്ച് എടുത്ത് നോക്കിയോ, അതിൽ കാണുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. ഇപ്പൊ ഷൗക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷൗക്കിനോട് ഇന്ന് പറയുമ്പോൾ ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഷൗക്ക് കൊടുത്ത സ്പീച്ചും ഇതിനു മുമ്പ് ഷൗക്ക് എവിടെയെങ്കിലും കൊടുത്ത സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കാം. നമ്മൾ അതാണ് ഈ പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എളുപ്പത്തിൽ നമുക്കൊരു ഒരു ഒരു മഹല്ല് തലത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എളുപ്പം കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാല് എവിടേക്കോ നമ്മളുടെ വേവ് ലെങ്ത് ഒരേപോലെ സഞ്ചരിക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. അതൊരു പക്ഷെ നമ്മളുടെ തലമുറ, നമ്മുടെ മഹല്ല് എന്നുള്ള ആ ഒരു യൂണീക്നെസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ മിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ, പല ദേശങ്ങളിൽ ഇരുന്നിട്ട്, പല പ്ലാറ്റ്ഫോമുകളിൽ പങ്കെടുത്തവരെല്ലാവരും ഇരുന്നോട്ട് ഇതിലേക്ക് വന്നിട്ടും 6 മാസത്തോളം എടുത്ത് ഇത് സെറ്റ് ചെയ്തത്. ഇതിന്റെ 6 മാസം കൊണ്ടാണ് നമ്മൾ സി ഫ്ലാപ്പ് ഇതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായത്. അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഇത് ഇനി സീരിയസ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോഴും എനിക്കറിയാം നമ്മളുടേതായിട്ടുള്ള കമ്മിറ്റികളിലുള്ളത് തന്നെ മുഴുവൻ പങ്കെടുത്തിട്ടില്ല. അത് പലർക്കും അതിന്റെ കാര്യങ്ങൾ അറിയാതെ ആയിരിക്കണം. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് എല്ലാവരോടും ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് കിളറിൽ നിന്ന് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് എല്ലാ അർത്ഥത്തിനും ഹൃദയം നിറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ്. പിന്നെ ഇന്നത്തെ സ്പീക്കേഴ്സ്, കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത് മുതൽ ഇന്നലെ വരെ പലരും വ്യക്തിപരമായിട്ടും ഗ്രൂപ്പിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ട് ഒക്കെ ഇന്ന് കാണുകയും ചെയ്തു കൃത്യമായിട്ട്. ഇനി ഇൻഷാല്ലാ ഇനിയിപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ മുന്നിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവും കാര്യങ്ങൾ. നമ്മളെ നാട്ടിൽ നിന്നും വരും. നമ്മളിപ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാർ ശശി തരൂരിനെയും മറ്റുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. നാളെ നമ്മളെ നാട്ടിലേക്ക് ചൂണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, നമ്മളെ നാട്ടിലത്തെ ഒരാളെ ചൂണ്ടി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സി ഫ്ലാപ്പ് നമ്മൾ എത്തിക്കും എന്നുള്ള കാര്യത്തിലേക്ക് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ വളരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് കിളർ പറഞ്ഞൊരു സംഗതി ഉണ്ട്. വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് വളർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് വളർച്ചകൾ എനിക്ക് തോന്നുന്നു റഷീദ് താജിക്ക ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്ന നമ്മളെ പ്രളയം, നാട്ടിലേക്ക് ഞാൻ വന്ന പ്രളയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാ എനിക്കൊരു വേദിയിൽ കയ്യെഴുതിയിട്ട് നിസ്സാരം. ഞാൻ ഇവിടുന്ന് കയറി നാട്ടിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അതൊരു അനുഭവമായിരുന്നു. അപ്പൊ ചിന്തിക്കാൻ വിഷയങ്ങൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. നമ്മളൊക്കെ ഉണ്ട്, എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് വെച്ചാൽ ഇനി നമ്പർ കൂട്ടണം ഇവിടെ. അത് ബൈ മൗത്തായിട്ടും നമ്മളുടെ കൂട്ടുകാരന്മാരായിട്ട് ഇത് കൂട്ടുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം ഒരു 15 പേരും 20 പേരും 30 പേരൊക്കെ കൺസിസ്റ്റന്റ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു 30 ലീഡറൊക്കെ പുറത്തിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവരുടെ കുടുംബത്തിനെയും അവരുടെ മറ്റുള്ളവരെയും അവരുടെ സംസാരത്തിൽ കൂടിയും അവരുടെ ഗൈഡൻസും തന്നെ മൊത്തമായിട്ട് ബാധിക്കും. അതിനൊക്കെ ഈ സി ഫ്ലാപ്പ് കാരണമാവും. നമ്മളൊക്കെ അതിന് ഒരു റീസൺ ആവും എന്നുള്ളൊരു സന്തോഷം മാത്രമാണ്. അപ്പൊ അത് തന്നെ ഓരോരുത്തരോടും ഇപ്പോ കിറാത്ത് തുടങ്ങിയ ഫർദാദ്, MOC കമറുദ്ദീൻ, ഷിഹാബുദ്ദീൻ, പിന്നെ അതുപോലെ തന്നെ ജാസിം, മൻസൂർ, പിന്നെ നൗഷാദ് ക, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത
സെഷനുള്ള ആൾക്കാരെയും കൂടി ചൂസ് ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നു. MOC ആരാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റിയാൽ ഇന്ന് തന്നെയാണെങ്കിൽ, അപ്പൊ അടുത്തത് നമുക്ക് 30-ാം തീയതിയാണ് വരിക. ജൂലൈ 30-ാം തീയതി വെള്ളിയാഴ്ചയാണ് വരിക. അപ്പൊ അതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.